നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ.
ഇടയൊക്കെ കർത്താവെ അങ്ങ് സംരക്ഷിച്ചു. കർത്താവിന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനങ്ങളാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവപ്പ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരുമിച്ച് വീണ്ടും ഈ വൈകവേളയിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഭൂമിയിൽ ഞങ്ങളെ പുത്രനോട് അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വചനം കേൾക്കുവാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തേടുവാൻ ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയുക, അപേക്ഷിക്കുക. ഇന്നൊരു കർത്താവേ, ലോകത്തിന് മറ്റ് വ്യത്യസ്തമായ ജോലി ഭാരത്തിലേക്ക് കടന്നു വന്ന ഞങ്ങൾ എല്ലാവരും പിതാവേ, ഇന്ന് ഞങ്ങൾ എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തീർക്കുവാൻ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങൾ കർത്താവേ, ആ വചനം കേട്ട് നല്ല നിലത്തിൽ വന്ന് വീഴാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാവ് എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തീർക്കുവാൻ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്ന് ഇവിടെ വരുവാൻ അങ്ങ് കൂട്ടിവരുത്തുവാൻ ഇടയായി തന്നെ അങ്ങ് ഞങ്ങൾ വഴിക്കുന്നത് ഏറ്റവും വലിയ കൃപയാണെന്ന് ഞങ്ങൾ അറിയുന്നു. വീണ്ടും കർത്താവ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തുള്ള ബന്ധത്തിൽ വീണ്ടും പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവ് കീഴ്പ്പെടുകയാണ്. അങ്ങ് അത് ചെയ്യുന്ന കൃപക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നാം കുറച്ച് 16ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ വേൾഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടത് ഇങ്ങനെയാ, വ്യഭിചാരാണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരും. നമ്മൾ അതിനെക്കുറിച്ചാണ് ആഴമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാക്യം വായിച്ച് 1 Corinthians 2:15 വാക്യം പറയുന്നു, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. അല്ലെ, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാൻ പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവസാനം നിർത്തി വന്നിരിക്കുന്നത് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നു പറഞ്ഞു. അല്ലെ, സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നല്ല പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് പറഞ്ഞു. ലോകത്തിലുള്ളത് എന്തൊക്കെയാ? ഒരുപാടുണ്ട്. അതിൽ മുഖ്യമായ കാര്യങ്ങൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് ഈ ലോകത്തിലുള്ളത്, അല്ലെ, ഈ ലോകത്തിലുള്ള കാര്യം ഒട്ടനവധിയുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ലോകത്തിലുള്ളത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയും. ഇത് ലോകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പത്തെ ആഴ്ചയിൽ പഠിച്ചത് എങ്ങനെയാണ് ആദ്യ മനുഷ്യനായ ഹവ്വയെ എങ്ങനെ, ആദത്തിനെയും ഹവ്വയെ എങ്ങനെ ചതിച്ചു എന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങളെ പഠിച്ചതാണ്. അവിടെയും തിന്മാൻ നല്ലതും, അല്ലേ, തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമി എന്ന് പറഞ്ഞ വാക്യം നമ്മൾ പഠിച്ചു തുടങ്ങിയ. അല്ലെ, ഇങ്ങനെയുള്ള ലോകത്തിലുള്ള 3 കാര്യങ്ങൾ, അല്ലെ, ലോകത്തിലുള്ള 3 കാര്യം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് 3ഉം കൊണ്ടാണ് ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു ദൈവ കുഞ്ഞിനെ തകർത്തു കളയുവാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരുപാടുണ്ട്. അതിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പഠിച്ച് അവസാനിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത് യേശുവിനെയും കൂടി എങ്ങനെയാണ് സാത്താൻ പരീക്ഷിച്ചത്, അതും കൂടി നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അല്ലേ, അതിൽ നമ്മൾ ലൂക്കോസ് 4-ാമത്തെയും 1 മുതൽ 14 വരെയുള്ള വാക്യം പഠിച്ചു തുടങ്ങി വെച്ചായിരുന്നു. അതിൽ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു കാര്യം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുള്ളൂ. അത് മറ്റൊന്നുമല്ല. ഒന്നാമത്തെ യേശുവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ കൊണ്ടുവന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നീ ദൈവപുത്രൻ എങ്കിൽ അല്ലേ, വാക്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ വാക്യം എല്ലായിടത്തും ബൈബിളിൽ തുടർമാനമായി കാണുന്ന വാക്യമാണ് എങ്കിൽ എന്ന വാക്യം. അപ്പൊ നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട്
അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു, അല്ലെ? യേശു അതിന് പറഞ്ഞു, യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ കർത്താവ് വചനം കൊണ്ടാണ് ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത്, എല്ലാത്തിനെയും കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തിരിച്ചു ചെയ്യുന്നത് മുഴുവനും വചനം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ കർത്താവിന് വന്ന ആദത്തിന് വന്ന അതേ പരീക്ഷ തന്നെ നമുക്ക് വരാൻ വന്നുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്നതല്ല, ഓൾറെഡി വന്ന് താഴെ കിടക്കും, നമ്മൾ അത് പെട്ട് കിടക്കുക എല്ലാവരും അനേകരും, അല്ലേ? ഇപ്പോൾ യേശുവിന് അത് തന്നെ വന്നിരിക്കുന്നത്. ഈ ചോദ്യം ഇതാണ്, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ യേശു അത് മറുപടി ഇങ്ങനെയാ, ദൈവം തന്ന നന്മകൾ, ദൈവം തന്ന കൃപാവരങ്ങൾ ഒന്നും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ഒറ്റ കാര്യം മാത്രമേ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ എന്തുമാകട്ടെ, നന്മകൾ എന്തുമാകട്ടെ, ഇതൊന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നതല്ലത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എന്ത് വന്നാലും, പരിശോധനകൾ എന്ത് വന്നാലും നമ്മൾ എടുത്ത വാക്കി യേശുവിടെ നാമത്തിൽ കൽപ്പിക്കാൻ പാടില്ല. ഇതുപോലെ പറയും, നീ ദൈവപുത്രനെങ്കിൽ, നീ പെന്തക്കോസ്തുകാരനെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. നമ്മൾ എടുത്തിയാടി പ്രാർത്ഥിക്കും, അവസാനം കർത്താവിന് ശത്രുവായി തീരും, അല്ലേ? എല്ലാം നമ്മൾ അവസാനമായി തീരും. അതങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ സാത്താൻ നമ്മോട് പറയുന്ന വാക്കുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ, നീ പെന്തക്കോസ്തുകാരനെങ്കിൽ, അല്ലേ, നീ വിശ്വാസിയെങ്കിൽ. ആ വാക്കുമേ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് എന്തിനാണ് നമ്മളെ നയിക്കുന്നത്? നമ്മളെ ജഡത്തിലേക്ക് വഴിതിരിക്കുക, അല്ലേ? മനുഷ്യൻ ജീവനുള്ള ദേഹി. സ്വയത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നു. സാത്താൻ നമ്മളെ സ്വയത്തിലേക്ക് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ, സ്വയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജഡത്തിലേക്കായി മാറും, പാപം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാ സ്വയത്തിലേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ് സാത്താൻ ഏറ്റവും വലിയ തന്ത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാ, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാ. ഇവർ 3:22 അല്ലേ, ഇവർ നമ്മെ പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യർ ദൈവം കൽപ്പിച്ച വൃക്ഷഫലം കഴിച്ച് നമ്മെ പോലെ, ദൈവത്തെ പോലെ മനുഷ്യനായി മാറി എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ദൈവത്തിന്റെ ആവശ്യമില്ല. അവന്റെ ബുദ്ധി മതി, ആ ഇന്റലക്ച്വൽ മേഖലയിൽ മതി, അവന്റെ സോളിന്റെ കരുത്ത് മതി. എന്നെ തൊട്ടാലറിയാമോ എന്നൊക്കെ പറയുന്ന സോളിന്റെ കരുത്ത് മതി അവന് ജീവിക്കുവാൻ. അവന് ദൈവത്തിന് ആവശ്യമില്ല. അത് തന്നെയാ ദൈവം, പിശാച് നമ്മുടെ സ്വയത്തിലേക്ക് നമ്മെ വഴുതി വിടുകയാണ്. അതാണ് നീ ദൈവപുത്രനെങ്കിൽ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളൊക്കെ അത്രക്കായാ ഞാൻ ആണെന്ന് പറഞ്ഞു കളഞ്ഞ് നമ്മൾ വീണ്ടും സ്വയത്തിലേക്ക് മാറിപ്പോവുകയാണ്. അത് വളരെ ഡേഞ്ചറാണ് ഈ മേഖല. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഴമായി പഠിച്ചതാ. അതുകൊണ്ട് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിശപ്പടക്കാനോ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യരുത്. ഇത് വാക്യം ഒറ്റ ആഴ്ച ഇത് മുഴുവൻ കഴിയാഴ്ച പഠിച്ചത്, നമ്മൾ ഒറ്റ വിഷയം മാത്രം കഴിയാഴ്ച എടുത്തതാ. അത്രക്ക് ഡേഞ്ചർ. എത്ര വിശ്വാസികൾ ദൈവാസം അറിയാമോ ഈ ചതി, പിശാചിന്റെ ചതി ഏറ്റ് വീണിരിക്കുന്നത്. നീ പെന്തക്കോസ്തുകാരനെങ്കിൽ, ഇല്ലേ, നീ ഇന്നാളെങ്കിൽ, നീ അഭിഷിക്തരെങ്കിൽ ചെയ്യേ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിയാടി ചെയ്തു പോകും. പക്ഷേ നമ്മൾ വീഴുന്നത് സ്വയത്തിൽ നമ്മൾ പഠിച്ചതാ. നമ്മുടെ 6th അല്ലേ ഈ നമ്മുടെ സോൾ എവിടെ കിടക്കുന്നത്? മനുഷ്യന്റെ 3 ഭാഗത്തിൽ ആത്മാദേഹി ദേഹത്തിന് മനുഷ്യന്റെ 2 ഭാഗം എവിടെ കിടക്കുന്നത്? അദൃശ്യലോകം, അല്ലെ? അദൃശ്യലോകത്തിൽ ജീവിക്കുന്നവനാ മനുഷ്യൻ. യഥാർത്ഥത്തിൽ മനുഷ്യൻ അദൃശ്യലോകത്തിൽ ജീവിക്കുന്നവനാ. അവന്റെ മണ്ണാങ്കട്ട മാത്രമേ ഉള്ളൂ ദൃശ്യലോകത്തിൽ. നമ്മൾ സയൻസും മോദി സർക്കാരൊക്കെ പറയും ഇതാ മനുഷ്യൻ. ഇതല്ല മനുഷ്യൻ. അകത്തെ സോൾ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവന് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ, പാപം ചെയ്ത് ദൈവത്തെ കൂടെ ജീവിക്കാൻ ശക്തനായി തീർന്ന മനുഷ്യനിലേക്ക് പറഞ്ഞു വിടുകയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, വിട്ടുപോകുന്നു. നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. എന്താണ് രണ്ടാമത്തെ കാര്യം? പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഒരൊറ്റ സെക്കൻഡിൽ ക്ഷണനേരത്തിൽ അവന് കാണിച്ചു, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു എന്ന് സാത്താൻ അവിടെ യേശുവിന്റെ അടുക്കൽ പറയാം. തൊട്ട് മോളിൽ പറഞ്ഞു, നിനക്ക് വിശന്ന് കുടല് കഴിഞ്ഞിരിക്കുക. യേശുവിന്റെ 40 ദിവസമായി വിശന്ന് കുടല് കഴിഞ്ഞിരിക്കുക. ആ സമയത്താ പറഞ്ഞത് കല്ലിനോട് അപ്പമായി തീരുവാൻ. എടുത്തിയാൽ വേണമെങ്കിൽ നമ്മളെപ്പോലെ ആ സ്ഥാനത്ത് യേശു നമ്മളായിരുന്നെങ്കിൽ അപ്പം തന്നെ നമ്മൾ കൽപ്പിച്ച് പൊറോട്ട ചിക്കനാക്കി കഴിച്ചേനെ നമ്മൾ, അല്ലേ? സത്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾക്ക് വിശ്വാസത്തിലേക്ക് താന്നും പൊങ്ങിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസം പോലും വേണ്ട. ബൈബിൾ പഠിച്ചാൽ 6 മാസം കഴിയുമ്പോൾ പൗലോസൊക്കെ വേറെ സ്ഥലത്തേക്ക് പോവുകയാ. അവിടെ ഒരാളെ ഏൽപ്പിക്കുകയാ, ഒരു സഭേനെ ഒരു മൂപ്പനേൽപ്പിച്ച് പോവുക. 6 മാസം കൊണ്ട് ഒരു സഭയുടെ മൂപ്പനായി മാറുകയാ. ഇന്ന് മൂത്ത് വളഞ്ഞു കിടന്ന് മൂത്ത് മനുഷ്യർ പറയാനുണ്ട്, അത് വളഞ്ഞു കിടന്ന് മൂത്തിരിക്കാന്ന് പറഞ്ഞ പോലെയാ. അതാണ് ഇത് എന്നുള്ളതെന്നറിയാമോ? ഈ സാത്താന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് തീയമ്പ
എഫെസ്യർ 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവന്റെ തീയമ്പ് തന്ത്രങ്ങളേറ്റ് നമ്മൾ മല്ലപ്പെട്ടു പോയി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദൈവപ്രസാദത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, വിട്ടുപോകുന്നു. അപ്പോൾ പിന്നെ അവൻ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തെ അവന് കാണിച്ചു, അല്ലേ? എന്ന് പറഞ്ഞാൽ 262 രാജ്യങ്ങളാണ് ഇപ്പൊ നമുക്കിവിടെ ഉള്ളത്. നമുക്കറിയാം ഈ 262 രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ ഒരു കണ്ണടച്ച് തുറക്കുന്ന നേരത്തെ കൊണ്ട് മുഴുവൻ കാണിച്ചു കൊടുക്കുക സാത്താൻ യേശുവിനെ കാണിച്ചു കൊടുക്കുക, അല്ലെ? കാണിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ വിഷയം നമുക്കറിയാം, കൺമോഹം, മറ്റേ ജഡമോഹമാ, അല്ലേ? ജഡത്തിന് ശരീരത്തിന് വിശപ്പടക്കാൻ വേണ്ടി നമ്മളെ എന്താ പറയാ, നമ്മളെ ചതിക്കുകയാണ് അവൻ. പറയാ ഇത് കൺമോഹം കൊടുക്കുക, കാണിച്ചു കൊടുത്തു. എങ്ങനെയാ? ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. അവിടെ മഞ്ഞ മഷിയിട്ട് വരച്ചിട്ടുണ്ട് അവിടെ, അല്ലേ? ക്ഷണനേരത്തിൽ കാണിച്ചു കൊടുത്തു. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഈ കാണുന്ന ദേശം മുഴുവനും, അല്ലേ, തല ഉയർത്തി നോക്കുവിൻ, ഇതെല്ലാം മണ്ണിലെ ആകാശത്തെ എണ്ണാൻ പാടില്ലാത്തത്ര എന്നൊക്കെ പറഞ്ഞ് എന്നറിയാമോ? ഈ കാണുന്ന ദേശം നമുക്ക് അവകാശമായി കാഴ്ചക്ക് അത്ര പ്രാധാന്യമുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ നമ്മുടെ ഹൃദയത്തിൽ അകത്തേക്ക് കയറും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എൻ്റെ അമ്മക്ക് ഇന്ന് 75 വയസ്സാറായെന്ന് തോന്നുന്നു. എൻ്റെ അമ്മക്ക് എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോഴും അമ്മ ഇപ്പൊ 45 വയസ്സ് പറഞ്ഞാൽ നടക്കണം, വേറെ കാര്യം. ഞാൻ പറയാ, എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ ഇത്ര പാവാടയും ബ്ലൗസ് ഇട്ട് നടക്കുന്ന കുഞ്ഞുനാളിൽ അപ്പുറത്തെ വീട്ടിലാരണ്ട് പെങ്കൊച്ച് ഒളിച്ചോടി പോയ കാര്യം ഇപ്പോഴും കാണാപ്പടമാണ്. ഇട്ട ബ്ലൗസിന്റെയും പാവാടയും കളർ ഇപ്പോഴും പറയും അമ്മ. കണ്ണാൽ അമ്മയുടെ മുമ്പിൽ കൂടെ കടന്നു പോയത്. കാഴ്ചക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ അബ്രഹാമിന് ദൈവം പറഞ്ഞു കാണിച്ചു കൊടുത്തപ്പോ കാണാനുള്ള ഭയങ്കര പവറാണത്. അതുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ കാഴ്ച അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ പലതും കണ്ടുവരുമ്പോൾ ഇന്ന ചുരിദാർ കൊള്ളാം, ഇന്ന കളർ കൊള്ളാം, അല്ലെ, കടയിൽ കിടക്കുന്ന ഇത് കൊള്ളാം, അത് വീക്കട്ട് കൂടുതലാണ്, ഈ പാന്റിന് നല്ല ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ണിലേക്ക് ആകർഷിപ്പിക്കുക. അത് തന്നെ എവിടെയാ? ക്ഷണനേരത്തിൽ ഈ ലോകത്തിന് ഇവിടെ പറയുക ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു, അല്ലേ? കാണിച്ചു കൊടുക്കുക. കൺമോഹം ആ യേശുവിനകത്തേക്ക് കയറ്റി വിടുകയാണ്. എന്നിട്ട് പറയുക, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാമെന്ന് പറയാമെങ്കിൽ, ഈ സാക്ഷാൽ ദൈവപുത്രൻ, സാക്ഷാൽ ദൈവം, യെശയ്യാപ്രവചനം പറഞ്ഞ പോലെ, അല്ലെ, അവൻ അത്ഭുത മന്ത്രി, വീരാൻ ദൈവം, നിത്യപിതാവ്, ഈ പ്രപഞ്ചത്തിലെ ഉടയവൻ, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ഉടയവൻ വന്ന് മുമ്പിൽ നിൽക്കും, പറയാ, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാമെന്ന്. എത്ര അഹങ്കാരമായിരിക്കും അവനല്ലേ? ഉടയവൻ വന്ന് നിൽക്കുക, അവനോട് പറയുക. അപ്പൊ ആലോചിച്ച് നോക്കി, യേശുവിനെ മുമ്പിൽ അത്ര ധൈര്യത്തോടെ പറയണമെങ്കിൽ ഈ അധികാരവും അതിന്റെ മഹത്വം അവന്റെ കയ്യിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിനോട് പറയുക, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാമെന്ന് പറയാൻ കാരണമെങ്കിൽ, ആ ധൈര്യത്തോടെ പറയണമെങ്കിൽ, അവൻ വെറുതെ കുട്ടിക്കളിയുള്ള ആളൊന്നുമില്ല. അവൻ അറിയാം ഇത് മുഴുവൻ അവന്റെ പക്കലാണെന്ന്. കർത്താവ് ഒരിക്കലും അവനെ ശാസിക്കുകയില്ല, ഒന്നുമില്ല. കാരണം ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചതാ, അല്ലേ? പണ്ട് പഠിച്ചോ? 5 കിങ്ഡത്തിന് മേൽ, ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ 5, അല്ലേ, കിങ്ഡത്തിന്റെ മേൽ ഭരിക്കുവാൻ മനുഷ്യനെ ഏൽപ്പിച്ചതാ. മനുഷ്യനത് സാത്താന്റെ പക്കലേക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യരുടെ കയ്യിൽ നിന്ന് അവന്റെ പക്കൽ പോയെന്ന് അവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാ ഒരു കുലുക്കുമില്ലാതെ സാക്ഷാൽ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് ഒരു ലക്ഷ്യം കൂടെ അത് പറയാൻ കാരണം. യേശു ഒന്നും പറഞ്ഞില്ല. വല്ലതും ശാസിച്ചോ? നമ്മളാണെങ്കിൽ ഇടയ്ക്ക് പോടാന്നൊക്കെ പറഞ്ഞു കളയാം. നമ്മൾ വേണമെങ്കിൽ കർത്താവിന് അറിയാം. ചില സത്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞേ മതി. നമ്മൾ ചില സത്യങ്ങൾ അതാ, ഇത് നമ്മൾ ശാസിച്ചാലും പോകുന്നത്. കർത്താവ് പോലും ശാസിച്ചിട്ടില്ല, പിന്നെയാണ് നമ്മൾ ശാസിച്ചാൽ പോണത്. ഇത് ഈ കർത്താവിന്റെ നാളിൽ ഞാൻ എക്സാമ്പിൾ പറയാം, 1,00,000 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നും 1,00,000 ഭൂതങ്ങളുണ്ട്. നമ്മളൊക്കെ കെട്ടിപ്പൂട്ടി അവനൊക്കെ ജയിലിട്ടിരിക്കുകയാണെങ്കിൽ പാതാളത്തിലേക്ക് തള്ളിവിടുന്നു. തമിഴ്നാട്ടിൽ പോയ കെട്ടി കട്ടിലറന്നൊക്കെ പറഞ്ഞ് തള്ളി ഇന്നും ഒരു ഭൂതം നമ്മൾ ഇവിടെ കാണത്തില്ല. പക്ഷേ അന്നും 100 ഉണ്ടെങ്കിൽ ഇന്നും 100 തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കർത്താവ് നല്ലവണ്ണം പറയാം. എന്നാൽ നമ്മുടെ പരിജ്ഞാനമാണത്. അപ്പൊ ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാം, അത് എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യേശുവിന്റെ അടുക്കൽ പറയാം, നീ എന്നെ വീട് ഇത് പറഞ്ഞ ലോകത്തെ സകല രാജ്യങ്ങളിൽ ക്ഷണത്തിൽ കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെയും കൊടുക്കാമെന്ന്, അല്ലേ, കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതായി തീരും. നമസ്കരിച്ചാൽ, അപ്പോൾ സാക്ഷാൽ ദൈവപുത്രൻ സാത്താനൊന്ന് വീണ്ടും നമസ്കരിച്ചിരുന്നെങ്കിൽ ഈ 262 രാജ്യങ്ങളുടെ മുഴു മഹത്വവും അധികാരമൊക്കെ ഇവിടെ യേശുവിന് കിട്ടുമെന്നാണ് ഇവൻ പറയുന്നത്. സത്യത്തിൽ അത് കൊടുക്കുവോ? ചോദ്യേ. സാത്താൻ പറയും, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. കൊടുക്കൂലേ? മിണ്ടുന്നില്ല നിങ്ങള്. സാത്താൻ കൊടുക്കുവോ? അതെല്ലാം കൊടുക്കുവോ? പറ. അവൻ കൊടുക്കില്ല. അവൻ ആരാ? ബോഷ്കം.
ബോഷ്കിന്റെ പിതാവുമാണ് അവൻ. അവൻ ബോഷ്കിന്റെ പിതാവുമാണ് അവൻ. അവൻ ഒരിക്കലും കൊടുക്കത്തില്ല. അവനെന്ന് കൊടുക്കാൻ തിരിക്കുന്നിട്ടാണ് അവന് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, നീ എന്നെ നമസ്കരിച്ച് അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവുന്നു എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം ഈ ലോകത്തിന് അധിപതി വേറെ ആരുമല്ല, സാത്താൻ തന്നെയാണ്. ഇന്നും ഈ ലോകത്തിന് അധിപതി ആരാ? നമ്മൾ ലോകത്തെക്കുറിച്ച്, വേൾഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്നു, യോഹന്നാൻ 12:31 പറയുന്നു, ഈ ലോകത്തിലെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയാൻ സമയമായിരിക്കുന്നു. അല്ലേ? ഈ ലോകത്തിലെ പ്രഭു അവനാണെന്ന് ഈ ഇത്രയ്ക്കധികം യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11, കൊരിന്ത്യർ 4:4 പഠിക്കുന്ന പോലെ ഈ ലോകത്തിലെ ദൈവം, ലോകത്തിലെ പ്രഭു, ലോകത്തിന്റെ എന്താ പറയുക അധിപതി, ഈ ലോകത്തിലെ ദൈവം എന്നൊക്കെ പറയുന്നത് എല്ലാം അവൻ തന്നെയാ. അതുകൊണ്ട് 1 യോഹന്നാൻ ലേഖനം 5:19 പറയുന്നു, എന്താ? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇന്നും ഈ ലോകത്തിന് അധിപതി സാത്താൻ തന്നെയാ. അത് മാറിയിട്ടില്ല. അത് ഭരണം മാറാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, മാറാൻ വരുന്നതേ ഉള്ളൂ. അത് നമുക്കറിയാം. 7ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ, വെളിപ്പാട് പുസ്തകം 11:15 പറയുന്നു, 7ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ ഈ ലോക രാജ്യത്വം ആർക്കാകത്തുള്ളൂ? നമ്മുടെ കർത്താവിനാകത്തുള്ളൂ. ഇന്ന് പലരും പറയും നമ്മളൊക്കെ രാജാവിന്റെ മക്കളാണെന്ന്. സത്യത്തിൽ നമ്മൾ ഒന്നുമല്ലിട്ട് വെറുതെ അത് കള്ളത്തരം കാപട്യങ്ങളാണ് പറയുന്നത്. നമ്മൾ രാജാവിന്റെ മക്കളാണോ? ഓ, കൺഫ്യൂഷൻ മൊത്തത്തിൽ. പറ, നമ്മൾ രാജാവിന്റെ മക്കളൊന്നും അല്ല. നമ്മുടെ കർത്താവ് 7ാമത്തെ കാഹളം ഊതുമ്പോൾ, 7 മുദ്രകൾ അല്ലെ, 7 കലശങ്ങൾ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വരുമ്പോൾ ജാതികളുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ 7 കാഹളങ്ങൾ, 7ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കത്തുള്ളൂ. എന്നിട്ട് പറയുക, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലും മഹാഘോഷമുണ്ടായി. അപ്പോൾ ഇപ്പോൾ യേശു രാജാവായോ? ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ കോലാഹലം മുഴുവൻ ഉണ്ടായത്, അല്ലേ? അതിന്റെ മേജർ പാർട്ടിലേക്ക് ഒന്നും വന്നില്ല, വെളിപ്പാടുകളിലേക്ക് ഒന്നും ഞാൻ വന്നിട്ടില്ല. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നിങ്ങളോട് സംസാരിച്ചുള്ളൂ. ഏതാ ടോപ്പിന്റെ പേരെന്താ? ഓ, മറന്നിട്ടില്ല. അതൊരിക്കലും ഉറക്കത്തിലും മറക്കത്തില്ല, അല്ലേ? അത് പേടി സ്വപ്നമാണ്. കിരീടം കേൾക്കുക പേടി സ്വപ്നമാണ് നമുക്ക്. എന്നുമാകട്ടെ, ഒക്കെ പോട്ടെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, 7ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ യേശു ഭൂമിയിൽ രാജ്യത്വം പ്രാപിക്കത്തുള്ളൂ. നമ്മൾ രാജാവിന്റെ മക്കളല്ല നമ്മള്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രാജാവായി സിയോണിൽ. പഠിച്ച ഓർമ്മയുണ്ടോ? സിയോണിൽ രാജാവായത് കൊണ്ട് നമുക്ക് കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്. മറന്നു പോകരുത്. ആ ക്ലാസ്സൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് പിശാച് ഈ ലോകത്തിലെ പ്രഭുവാണ്, ഈ ലോകത്തെ അധിപതിയാണ്, ദൈവമാണ്, അല്ലെ? ഒക്കെ അവനാണ്. അതുകൊണ്ട് മറന്നു പോകരുത്. അവൻ യേശുവിനെ മുമ്പിലേക്ക് വെച്ച് നീട്ടുക, ഈ അധികാരം മുഴുവനും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞത്. യേശു ഒന്നും തിരിച്ചു പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം അവൻ മറുപടി പറഞ്ഞത് വേറെ ഇങ്ങനെയാ, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാമെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവൻ വെച്ച് നീട്ടുന്ന മുഴുവൻ അറിയാമോ? ഈ സെയിം പ്രോബ്ലം ഞാൻ പറയാ. ഈ 2ാമത്തെ ഈ പിശാച് വെച്ച് നീട്ടുന്ന ഈ നന്മയുണ്ടല്ലോ, ഇന്ന് വിശ്വാസികൾ കൈ നീട്ടി മേടിച്ച് പോക്കറ്റിലിട്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നറിയൂ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. സാത്താൻ യേശുവിലേക്ക് വന്ന് പറയുന്നത് മുഴുവനും ശരി തന്നെയാ. ഈ അധികാരം 262 രാജ്യത്തിലെ മുഴുവൻ അധികാരങ്ങളും അവന്റെ പക്കൽ തന്നെയാ. ഒരു സംശയം നമുക്കില്ല. 1 യോഹന്നാൻ ലേഖനം 5:19 പറയുന്നു, സർവ്വലോകവും 262 രാജ്യങ്ങൾ, അല്ലേ? അതിന് എല്ലാ ലോകം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്, അല്ലേ? പഠിച്ച ഓർമ്മയുണ്ടോ? ഭൂമിയല്ല, സിസ്റ്റങ്ങൾ, ഈ ലോകത്തിനകത്ത് വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം, രാഷ്ട്രീയ മേഖലകൾ, അല്ലേ? മതപരമായ എല്ലാം അവന്റെ തന്ത്രങ്ങളാ. പിന്നീട് പഠിക്കുന്ന നമ്മൾ അതിനെ കുറിച്ചൊക്കെ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവന്റെ പക്കലിരിക്കുക, അതാ വെച്ച് നീട്ടുന്നത്, അല്ലേ? ഇന്ന് ഒന്ന് നോക്കിയേ, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിട്ട് സമയം മുന്നോട്ട് കൊടുത്തു വേഗത്തിൽ പോവുകയാണ്. സാത്താൻ പറയുന്നത് മുഴുവനും ഒരൊറ്റ കാര്യം മാത്രമാണ്. എന്താണെന്നറിയാമോ? ക്രൂശ് കൂടാതെ നിന്നെ ഞാൻ വലിയവനാക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ക്രൂശ് കൂടാതെ, വെളിപ്പാട് അകത്തെ കയറട്ടെ നിങ്ങള്, ക്രൂശ് കൂടാതെ നിന്നെ ഞാൻ ഇവിടുത്തെ ലോകത്തിൽ അധിപതിയാക്കാമെന്നാണ് യേശുവിനോട് പറയുന്നത്. അതല്ലേ ഇവിടെ പറയുന്നത്. ഞാനവിടെ നോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്രൂശ് കൂടാതെ, വീണ്ടും ആവർത്തിക്കുന്നു, വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ. ഈ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. ഒട്ടനവധി ആൾക്കാരാ, ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങൾ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ക്രൂശ് കൂടാതെ ഞാൻ നിനക്ക് അധികാരം തരാം. ദൈവികമല്ലത്. കർത്താവ് ഭൂമിയിൽ വന്നത് ക്രൂശ് ചുമന്ന് മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അത് അവന് നല്ല വെളിപ്പാടുണ്ട് യേശുവിന്.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പൗലോസ് പറഞ്ഞു, കർത്താവ് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ ദണ്ഡിച്ചോളാ പറയുന്നത്. നല്ല വെളിപ്പാടുണ്ട്, അപ്പോസ്തലന്മാർക്ക് നല്ല വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. ഇത് ഇവിടെയല്ല നമ്മുടെ ലോകം. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറഞ്ഞത് ലൂക്കോസ് 9:27 വാക്യം പറഞ്ഞ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്റെ ക്രൂശ് എടുത്ത് തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എങ്ങോടാ ക്രൂശ് എന്ന് പറഞ്ഞാൽ എങ്ങോടാ? ഇപ്പൊ വിഷയം വിട്ടുപോകും, അത് വേറെ ടോപ്പിക്. അത് ക്രൂശ് എങ്ങോട്ടാ പോകുന്നത്? ക്രൂശ് മരണത്തിലേക്കാ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്, ക്രൂശ് ചുമന്നുകൊണ്ട് എങ്ങടാ പോകുന്നത്? എന്താ പറയാ, വലിയ പരിപാടിക്കും വലിയ കൺവെൻഷൻ സ്റ്റേജിലേക്ക് ഒന്നും അല്ല പോകുന്നത്. ക്രൂശും കൊണ്ട് ചുമന്ന് മരണത്തിലേക്കാ പോകുന്നത്. എന്നെയും നിങ്ങളെ വിളിച്ചത് ഈ ലോകത്തിൽ ക്രൂശ് ചുമന്നുകൊണ്ട് പോകാൻ വേണ്ടിയാ. പേടിക്കുന്ന വേണ്ടിട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. ക്രൂശിനെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാ. കാരണം ഓരോ ദിവസവും ക്രൂശും ചുമന്നുകൊണ്ട് പോകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ക്രൂശ് മാറ്റിത്തരാമെന്നാ സാധാരണ നമ്മൾ പറയുന്നത്. ആണോ ഇല്ലയോ? ഒരു രോഗം വന്നു, ഒരു കഷ്ടം വന്നു, ഒരു ദുഃഖം വന്നു, ഒരു ജോലി പോയി, ഒരു സമ്പത്ത് നഷ്ടമായി. ഇത് സർവശക്തനായ കർത്താവ് നമുക്ക് അനുവദിച്ചതാന്നേ. ഇത് നമ്മളെ കർത്താവ് വിളിക്കുമ്പോ നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല. 6-ാം അധ്യായം ലേഖനം അല്ലേ? നമ്മുടെ കർത്താവിന്റെ വകയാ. ഒരു ഈച്ച വന്ന് കുത്തണമെങ്കിൽ സ്വർഗം നമ്മളെ അറിയണം. ഞാൻ നിങ്ങൾ പറഞ്ഞ വെളിപ്പാട് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഈച്ച വന്ന് കുത്തണമെങ്കിൽ അവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും, അവന്റെ മക്കൾ, അവന്റെ സ്വരൂപത്തിനും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട അതിലെ അവന്റെ മക്കൾ, ഞാൻ ഇതിനെക്കുറിച്ചല്ല, അകത്ത് ജനിച്ച വീണ്ടും ജനിച്ച പുതുമനുഷ്യനെ കുറിച്ച് ഞാൻ പറയുക. ഹല്ലേലൂയ. പാപമറിയാത്ത ലോകത്തെ ജയിച്ചിരിക്കുന്ന, സാത്താനെ ജയിക്കാൻ കഴിവുള്ള അകത്തെ സൃഷ്ടി, ദൈവത്തിന്റെ വിത്ത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യം വേഗത്തിൽ വിട്ടു, വലിയ സമയം പോകുന്നു. ക്രൂശ് കൂടാതെ ഇവിടെ നമുക്ക് തരാമെന്ന ലോകം വിളിച്ചു പറയുന്നത്. അത് ലോകം പറയുന്നത് സാത്താൻ നമ്മെ ചതിച്ച് അവന്റെ ദാസനാക്കുകയാണ്. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സാത്താനെ പണിയെന്നറിയാമോ? ഇന്ന് ലോക നന്മകൾ പ്രസംഗിക്കുന്ന ആരാ പ്രസംഗിക്കുന്നത്? ഈ പെന്തക്കോസ് കോളത്തിലെ പാസ്റ്റർമാർ തന്നെയാ. അവർ യേശുവിന്റെ ദാസനല്ല, അവർ മറ്റൊരു ദൈവത്തിന്റെ ദാസനാണത്. അതുകൊണ്ട് ലോകം തരാമെന്ന് പറയുന്നത്. നിനക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്രൂശ് കൂടാതെ ഞാൻ നിനക്ക് നന്മ തരാമെന്ന് പറയുന്ന ആരാ? ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്രൂശ് കൂടാതെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, അല്ലേ? നിങ്ങളെ ഞാൻ സമ്പന്നനാക്കാം, നിങ്ങളുടെ മിനിസ്ട്രി ലോകം മുഴുവൻ അറിയിക്കാം. ഇതാരാ പറയുന്നത്? പണ്ടും ഇതുപോലെ പറഞ്ഞില്ലേ? ഹവ്വയോട് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നീ കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന്. ഹല്ലേലൂയ. ആയോ? ആയി. ദൈവത്തെ പോലെ ആയി. ദൈവത്തെ കൂടാതെ മനുഷ്യൻ സ്വയം തീരുമാനിക്കാൻ തുടങ്ങി, അല്ലേ? ഇതേ മെസ്സേജ് തന്നെയല്ലേ, ഇതേ പ്രസംഗം തന്നെയല്ലേ 2000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ 1990 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ അടുക്കൽ പ്രസംഗിച്ച പ്രസംഗം ഇതല്ലേ? ക്രൂശ് കൂടാതെ ഞാൻ നിനക്ക് നന്മ തരാം. ഇതല്ലേ ലോകം നമ്മോട് പറയുന്നത്? ഒരു ക്രൂശ് ദൈവം നമുക്ക് അനുവദിച്ചാൽ, എക്സാമ്പിൾ, ഒരു ക്രൂശ് നമുക്ക് രോഗമാവട്ടെ, എന്തുമാകട്ടെ, എന്തെങ്കിലും ആവട്ടെ, കടബാധ്യത ആവട്ടെ, ജോലി നഷ്ടമാകട്ടെ, ജോലി പോട്ടെ. ഇപ്പൊ എല്ലാവർക്കും എന്നോട് ദേഷ്യമായി അറിയില്ലേ? എന്തെങ്കിലും ഒരു ക്രൂശ് ദൈവം നമുക്ക് അനുവദിച്ചു. എന്തിനു വേണ്ടി? അത് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാ. നന്മകൾ മുഴുവനും നമ്മുടെ അടുക്കലേക്ക് വന്നാൽ നമുക്ക് ദൈവത്തെ ആവശ്യമുണ്ടോ? ഇതാണ് സ്വർഗമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോണോ? ഇവിടെ നരകമായാലും സ്വർഗം അന്വേഷിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ ചില ക്രൂശുകൾ ദൈവം നമുക്ക് തരുന്നത്. ചില ആൾക്കാർ പറയും, നീ ഒന്ന് 7 തിന്നാ മതി, ഞാനും വന്ന 7-ാം ദിവസം വന്ന് അങ്ങനെ പ്രാർത്ഥിക്കാം, നമുക്ക് അവനെ യേശു, അതല്ലേ നമുക്ക് ആ കഷ്ടത്തെ, ആ ക്രൂശിനെ ശാസിച്ച് പുറത്താക്കാം. രണ്ട് വീട്ടിലേക്ക് കയറി വന്ന് ബെഡ്റൂമിലും ബാത്റൂമിലൊക്കെ പ്രാർത്ഥിച്ച് തുപ്പി, അല്ലെ ശാസിച്ചൊക്കെ തുപ്പി അവിടെ ഇട്ട് ഓരോ വീടിന്റെ മൂലക്കും പോയി രക്തം ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ലോകം കാണിച്ചു കൂട്ടുന്നത്. ഇതല്ലേ അത്? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇതല്ലേ അത്? ക്രൂശ് കൂടാതെ നന്മ തരാമെന്ന് പറഞ്ഞാൽ ആരാണത്? സാത്താനാണ്. ഈ ലോകം അതാണെന്നേ. ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയ മതിയാകൂ. അത് കയറിയാൽ നിങ്ങൾക്കറിയാം ഈ ലോകത്തിലെ നല്ലൊരു ശതമാനം ഇത് കള്ള ഉപദേശമാണെന്നൊക്കെ നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മിഴിക്കളയും. നമ്മളെല്ലാം
ശ്രദ്ധിച്ച് നോക്കിയേ, ഈ അധികാരമൊക്കെ നിനക്ക് തരാം. സാത്താനേശ്വരോട് പറഞ്ഞത് ഇത് തന്നെയാ. സ്വർഗം എന്താ എങ്ങനെയാ വിട്ടിരിക്കുന്നവനെ? മാനവരാശിയുടെ സകല മാനവരാശിയുടെയും, ജനിച്ച് മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും, അല്ലേ, സകല മാനവരാശിയുടെയും ക്രൂശ് പാപത്തിനു വേണ്ടി മരിക്കാൻ വേണ്ടി വിളിച്ചയച്ചതാ. ഇപ്പൊ ഇവൻ പറഞ്ഞത് എന്താണെന്ന് നോക്കിയേ, ഞാൻ നിന്നെ അധികാരം നിന്ന് ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഇടിപ്പിച്ച്, ഒരു ലോഹയൊക്കെ ഇടിപ്പിച്ച് ഒരു വടിയും പിടിപ്പിച്ച് മാലയൊക്കെ ഇട്ട് നിന്നെ ഇവിടെ ആക്കാന്നാ പറഞ്ഞത്. സത്യത്തിൽ അത് തന്നെ സംഭവിക്കുന്നത്. കുറച്ച് ഒരു പരിധി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ റെസ്റ്റാ നമുക്കൊക്കെ. ഇന്ന് കുറച്ച് ഇത്തിരി മിനിസ്ട്രി കഴിഞ്ഞ് ഇത്തിരി പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വാടക കൊടുക്കാൻ കുറച്ച് വിളിയൊക്കെ ആയി, അല്ലേ, വരവൊക്കെ ഇന്ന് സെറ്റിലായി നമ്മളങ്ങോട്ട്, പിന്നെ ഒന്നുമില്ല നമുക്ക്. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് ആർക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ലോകം ക്രൂശ് കൂടാതെ തരാൻ ആഗ്രഹിക്കാം. അത് സത്യത്തിൽ അത് ദൈവികമല്ല, പൈശാചികമാണ്. സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. അകത്ത് കയറിയോ? സത്യമായിട്ട് കയറിയോ നിങ്ങൾ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഇതിപ്പോ വർണ്ണിക്കാൻ പോയി ഞാൻ ഇനി ഒരുപാട് പറയേണ്ടി വരും എനിക്ക്. ഇല്ലെങ്കിൽ കഴിഞ്ഞാഴ്ച ഒരു വിഷയം കൊണ്ട്, ഒറ്റ വചനം കൊണ്ട് കഴിഞ്ഞാഴ്ച മുഴുവൻ തീർന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ സമയം മുന്നിട്ട് കടന്നു പോവുക. അതുകൊണ്ട് ക്രൂശ് കൂടാതെ അല്ല, ക്രൂശ് നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അന്നന്ന് ഓരോ ദിവസം ക്രൂശ് അവരുടെ അടുക്കിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുക. അതുകൊണ്ടാ നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛ. അനുഗമനം നമ്മുടെ ഇഷ്ടമാണ്. രക്ഷിക്കപ്പെട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാം. രക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് യേശുവിനെ കൂടാതെ, വെളിപ്പാട് 2:2 എത്ര നോക്കിയോ? 2:20 29 നോക്കിയല്ലേ? ഞാനത് വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ 3:20 അല്ലേ? 3:20 പറഞ്ഞു, ഞാനത് വാതിക്കൽ വന്ന് മുട്ടുന്നു. നമ്മുടെ ഹൃദയത്തിൽ കർത്താവില്ലാതെ നമുക്ക് ജീവിക്കാം. ലൂക്കോസ് പറഞ്ഞില്ലേ, നീ എനിക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലെന്ന് പറഞ്ഞവർ 70% വിശ്വാസികൾ. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരണ്ട, നീ അവിടെ നിന്നാ മതി, ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ നീ ചെയ്തു തന്നാ മതി, അല്ലേ? കർത്താവ് ഹൃദയത്തിൽ വന്നാൽ അവന്റെ വിശുദ്ധിയാണ് നമുക്ക് പകർന്നു തരുന്നത്. ക്രൂശ് വഹിക്കുവാൻ നമുക്ക് കൃപ നൽകുകയാണ് അവന്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സാത്താൻ നമ്മുടെ ഇടയ്ക്ക് വരുന്നത്, ഒരു കാര്യം ഓർക്കണം, ഇതേ തന്ത്രവുമായിട്ടാണ് നമ്മുടെ ഇടയ്ക്ക് കടന്നു വരാൻ പോകുന്നത്. ക്രൂശ് കൂടാതെ നമുക്ക് നന്മ തരാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് വല്ലതും വേണോ? ഉള്ള ക്രൂശ് തന്നാ മതിയല്ലേ? എന്തു അങ്ങനെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ വിട്ടുപോകുകയാണ്. ഇത് മനസ്സിലാക്കി, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ അടി ഉറച്ചേ മതിയാകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ക്ലാസ്സിന് ശേഷം ചോദിച്ചാൽ എത്ര രാത്രി വേണമെങ്കിൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തന്ത്രങ്ങൾ, ഈ കൺമോഹം, ജഡമോഹം, ജീവിതത്തെ പ്രതാപം, ഈ കൺമോഹത്തിൽ തകർന്നിരിക്കുക ദൈവസഭ. ഞാൻ ആഗോളമായ സഭയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ചതിയിൽപ്പെട്ട് നന്മ കൊടുക്കുമ്പോൾ അതിന്റെ പുറകെ പോകുകയാണ്. ഹല്ലേലൂയ. വെറും ചെറിയ നന്മ കൊടുത്ത് വഷളാക്കി കളയാൻ എത്രയോ ആൾക്കാർ, ആയിരക്കണക്കിന് നിവാസന്മാരെ എനിക്കറിയാം. ഞങ്ങൾ ട്രെയിൻ സെന്ററിൽ പഠിച്ചു പോയ ആൾക്കാർ നമുക്ക് തന്നെ അറിയാം. ബോർഡ് മാറ്റി വെച്ച് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ആയിരക്കണക്കിന് വേണ്ടി ഞാൻ തെളിയിച്ചു തരാം. എന്ന് ഭാവിച്ചാലൊക്കെ എന്നോടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെയുണ്ട് തെളിവിന്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ക്രൂശ് ദൈവം നമുക്ക് വെച്ചതാ. എന്തിനാ ക്രൂശ് വെച്ചത്? എന്തിനാ ക്രൂശിനെ വെച്ചത് നമുക്ക്? അതിപ്പോ വേറെ ചോദ്യമായി പോയി. എന്തിനാ ക്രൂശ് ദൈവം നമുക്ക് വെച്ചത്? പറ നിങ്ങൾക്ക്. എന്റെ ജഡമുടയുവാൻ, എന്റെ സ്വയം തകരുവാൻ, ഞാൻ യേശുവിനെ പോലെയായി മാറുവാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ പൊങ്ങി നിൽക്കും. അതുകൊണ്ടാ റോമർ 7-ാം അധ്യായത്തിൽ 28 വാക്യങ്ങൾ മാത്രമുള്ള ചെറിയ പുസ്തകത്തിൽ, ചെറിയ അധ്യായത്തിൽ 40 പ്രാവശ്യം മൈ എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ. എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഗുളിക കഴിച്ച് വണ്ണം വെച്ചിരിക്കുക മനുഷ്യനൊക്കെ, സ്വയം അഹങ്കരിച്ചിരിക്കുക. ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലാവണോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് വിടുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിക്കുക. ലോകം നമുക്ക് വെച്ച് നീട്ടും, ക്രൂശ് കൂടാതെ നന്മ കിട്ടുമെന്ന്. അങ്ങനെയല്ല. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്കിയോട് ഇങ്ങനെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓടി വരിക. എന്നാൽ ഒരു വാക്യം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന പോലെ ആയിപ്പോ. ഓർത്തേ, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഓരോ സിറ്റുവേഷനിലും, അല്ലേ, ഹനാനിന്ന് വിളിക്കുമ്പോൾ അവൻ എല്ലാം വിട്ട് വരാൻ പറഞ്ഞിട്ട് ലോത്തിനെ കൊണ്ടുപോയി, അപ്പനെ എടുത്ത് ആടുമാടുകളെ കൊണ്ടുപോയി. അവിടെ മുതലേ തെറ്റ് സംഭവിക്കുകയല്ലേ. പക്ഷെ ദൈവം എന്താ പറയുന്നത്? നീ ഒറ്റക്ക് വരാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ഇറങ്ങണം. പക്ഷെ വഴിയാത്രയിൽ അത് കളയുവാൻ എന്ത് ക്രൂശാ കൊടുത്തത്? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? 12-ാം അധ്യായം, നീ സകലതും വിട്ട് എന്നെ ഞാൻ കാണിപ്പാനിക്ക ദേശം പറഞ്ഞില്ലേ?
ആ കൂടെ ആരൊക്കെ കൊണ്ടുപോയി? ലോത്തിനെ കൊണ്ടുപോയി, അപ്പനെയും കൊണ്ടുപോയി. അപ്പ പിന്നെ മരിച്ചു പോയത് അല്ലേ? പിന്നെ എന്ത് കൊണ്ടുപോയി? ആടുമാടുകളെയും. പോണ വഴിയിൽ ക്ഷാമൊക്കെ എന്തെങ്കിലും ചെറിയ സർബത്ത് കുടിക്കാനൊക്കെ ഇരിക്കട്ടെ, 2-3 ആടുമാടുകളൊക്കെ എന്ന് പറഞ്ഞ് എല്ലാം കൊണ്ടുപോയി. പക്ഷെ ദൈവം വിശ്വസ്തന. ദൈവം പറഞ്ഞ് നിന്നെ ഒറ്റക്ക് വിളിച്ചാൽ നീ ഒറ്റക്ക് വന്നോളാം, ഞാൻ നിന്നെ പോറ്റി പുലർത്താനായിട്ട് മതിയായവനാ. വഴിയാത്രയിൽ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴല്ലോ ക്ഷാമം വന്നു, നേരെ എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ക്ഷാമം മാറ്റാൻ വേണ്ടി എങ്ങോട്ടാ പോയത്? ഇതിപ്പോ ആദ്യം ഒരു 1-ാം ക്ലാസ് പോലും പഠിപ്പിക്കേണ്ട ഗതിയാണല്ലോ മിസ്രൈം. അപ്പൊ ദൈവം നമുക്ക് അബ്രഹാമിന് ചെറിയ ക്രൂശ് കൊടുത്തത് എന്തിനു വേണ്ടിയാ? അവന്റെ സമ്പത്തിലേക്ക് തകർത്ത് കളഞ്ഞാലേ അവന്റെ ജഡമുടയത്തുള്ളൂ. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുണ്ടോ നീക്കത്? ഹല്ലേലൂയ. നമ്മുടെ സ്വയം, നമ്മുടെ നിഖളം, നമ്മുടെ ജഡ കൊളയണേ ഈ ക്രൂശ് ചുമന്നേ നടക്കത്തുള്ളൂ. അത് പിന്നെ പോകുമില്ലേ? പിന്നെ പരീക്ഷകളാ. മിസ്രൈമിലെ സോദോം രാജാവിന്റെയും കൂട്ടുകാരന്മാരുടെ 5 രാജാക്കന്മാരുടെ സമ്പത്ത് മുഴുവനുമായി കൊണ്ടുവരുമ്പോൾ സോദോം രാജാവ് പറയുന്നുണ്ട്, ഇത് മുഴുവൻ നീ എടുത്തോ അബ്രഹാം എന്ന് പറഞ്ഞപ്പോ അബ്രഹാം എന്നാ പറയുന്നത്, ചെരുപ്പിന്റെ വാറ് പോലും, പലകൻ ചെരുപ്പിന്റെ ഒരു വാറ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് 14 ലാസ്റ്റ് വാക്യം, 15-ാം വാക്യം 1-ാം വാക്യം പറയുക, അതിൽ അബ്രഹാം ജയിച്ചപ്പോൾ അനുഗ്രഹം കൊടുക്കുക. അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. നമ്മുടെയൊക്കെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമുക്ക്, ദൈവത്തെ നമുക്ക് തരികയാ. എന്തുവാകട്ടെ, ഞാൻ ഇത്രയും വിട്ടുപോകുക, ഇനി സമയം വിട്ടുപോകുക നമുക്ക്. അതുകൊണ്ട് ഈ ക്രൂശ് ദൈവം വെച്ചത് നമുക്ക് മാറ്റാൻ അനുവാദമില്ല. ഒരു കഷ്ടം വന്നു, യേശുവിടെ നാമത്തിൽ കൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൽപ്പിച്ച ആ ക്രൂശിനെ മാറ്റിക്കളയാം. പക്ഷേ നമ്മുടെ ജഡമുടയത്തില്ല, നമ്മുടെ നിഗളം മാറത്തില്ല. ഹല്ലേലൂയ. ഇത് ചുമന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വഴിയാത്രയിൽ കർത്താവ്, ഈ നുഖത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നുഖത്തിൽ 2 വശമുണ്ട് അല്ലെ? 2 കാളുകളില്ല, നുഖം ചുമക്കാൻ പറ്റത്തില്ല. നുഖം ചുമക്കുമ്പോഴേ, ഈ ക്രൂശ് ചുമക്കുമ്പോൾ ഓർത്താ മതി, തൊട്ടിപ്പുറത്ത് വേറെ ആളും കൂടി ചുമക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. എത്ര പറയാൻ ഒരുപാട് പറഞ്ഞു ഞാൻ പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് തരുന്ന എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് കർത്താവ് അനുവദിച്ചത്. ഒരു സത്യം കൂടി പറഞ്ഞേക്കാം, ആരോടും പറയണ്ട. കയ്യിരിപ്പുകൊണ്ട് നമുക്ക് വരും, അത് വേറെ കാര്യം. അതിപ്പോ ഞാൻ പറയാൻ പറ്റില്ല. നമുക്ക് കയ്യിരിപ്പുകൊണ്ട് അത് വരും, അത് വിട്ടേക്ക്. അപ്പൊ എന്തുവാകട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഞങ്ങൾ ചുമന്നേക്ക്, അത്രയേ ഉള്ളൂ. അതില്ലാതെ തരാമെന്ന് പറഞ്ഞാൽ അത് സാത്താൻ പറയുന്നതാണ്. കാര്യം മറന്നു പോകരുത്. ആവർത്തനം 6:13 സെയിം വാക്യം കാണാം. നിന്റെ അടിമവീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഈ മറക്കുന്നപ്പോഴാണെന്നറിയാമോ? നമ്മുടെ നന്മകളൊക്കെ വന്ന് വിസ്താരമായി, നമ്മുടെ അതിരുകൾ വിസ്താരമായി, പേരും പെരുമയൊക്കെ വരുമ്പോൾ പതിയെ വിളിച്ചവനെ മറന്നുപോകും. പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മറക്കാതിരിക്കുവാനാണ് ഇതൊക്കെ ഓർക്കുന്നത്. ഒരു ചെറിയ ക്രൂശ് വരുമ്പോൾ അപ്പൊ പറയും, എന്റെ കർത്താവ് എന്ന് ഒടുക്കത്തെ വിളിക്കും അല്ലെ? എന്തുകൊണ്ടാണെന്നറിയാം? ആ വിളിക്കാൻ വേണ്ടിയാ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അത് മറ്റൊരു വേഷന ശരിക്കും പറഞ്ഞാൽ സേവിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക രണ്ടിനും ഒരേ വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുവാകട്ടെ, അവിടെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ പിന്നാലെ നീ പോകരുത്. അപ്പോൾ ഞാൻ ഒറ്റവാക്യം മാത്രം എടുക്കുക. കർത്താവ് പറഞ്ഞ ഇതേ മറുപടി തന്നെയാണ്. കർത്താവിനെ വിട്ട് നമുക്ക് ജീവിക്കുവാൻ, ദൈവത്തെ വിട്ട് ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. ഇതേ വാക്യമാണ് അവിടെ യേശു എടുത്ത് പറയുന്നത്. ദൈവത്തെ ആരാധിക്കാൻ മാത്രമേ, അല്ലെങ്കിൽ സേവിക്കാൻ മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ. ഹല്ലേലൂയ. സേവിക്കാന്ന് പറഞ്ഞാൽ ഭയപ്പെടുകയാ, പേടിച്ച് പറക്കുന്ന കാര്യമില്ല. അവൻ വിശുദ്ധനാണെങ്കിൽ കർത്താവ് നീ എന്നെ വിശുദ്ധിക്ക് നടത്തണമേ, അവൻ നീതിമാനാണെങ്കിൽ നീ എന്നെ നീതിയിലേക്ക് നടത്തണമേ. അതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത്. ഒക്കെ വിട്ടുപോകുന്നു. 3-ാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ അവനെ യെരൂശലേമെ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൽ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ അവിടെയും കാണാം, നീ ദൈവപുത്രൻ എങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോ എവിടെയോ ന്യായപ്രമാണത്തിൽ എഴുതിയ കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യനൊട്ട് മോശക്കാരനല്ലോ. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുൾ ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലേ? ഇത് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സത്യൻ പറഞ്ഞ ചെറിയ എന്താ പറയുക, വള്ളിയും പുള്ളിയൊക്കെ മാറ്റിയിട്ട പുള്ളിക്കാരൻ സംസാരിക്കത്തുള്ളൂ. അല്ലേ? ഇവിടെ സത്യത്തിൽ സങ്കീർത്തത്തിലും കിടക്കുന്ന വാക്യങ്ങളൊക്കെ വേറെ വാക്യങ്ങളാ, സെയിം വാക്യം തന്നെയാ, പക്ഷെ വള്ളിക്കും പുള്ളിക്കൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വാക്യം ശ്രദ്ധിക്കണം. നിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തൊട്ടുമോളി പറയാ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കുകയുമില്ല. എന്നിട്ടാ പറയുന്നത്,
നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നോക്കിയേ, ഇവിടെ ദൂതന്മാരോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ യഹോവയായ ദൈവം പറഞ്ഞു വെച്ച് ദൂതന്മാരോട് കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പറയുന്നത് നിന്റെ നമ്മുടെ ഭക്തന്റെ, അല്ലെങ്കിൽ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ഭക്തന്റെ, അവന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഒറ്റവാക്കി പറഞ്ഞു വിടുകയാ. സാത്താൻ പറയുന്നത് ഇതല്ല, നീ ദൈവപുത്രൻ എങ്കിൽ ഇവിടുന്ന് താഴേക്ക് ചാടുക, അല്ലേ? പറയുന്ന വാക്ക് നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടിക്കുക. എന്നിട്ട് പറയുക, നിന്നെ കാപ്പാൻ അവൻ ദൂതന്മാർ നിന്നെ കുറിച്ച് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ, നീ ആ ഒരു മനുഷ്യനെ, നമ്മളെ, അല്ലെങ്കിൽ ഒരു വിശ്വാസീനെ, ഒരു ദൈവഭക്തനോട് പറയുക, നീ ചാട്. അവിടെ സാഹസം ചെയ്യാൻ പ്രേരിപ്പിക്കുക. സാഹസം അല്ലേ? സാഹസം അല്ലേ? ശരി അല്ലേ? സാഹസം ചെയ്യാൻ വേണ്ടിയാ. ഇവിടെ കർത്താവ് സങ്കീർത്തനം 90 എന്താ പറഞ്ഞത്? നിന്റെ വഴിയാത്രയിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അറിയാതെ പറ്റിപ്പോയാൽ, ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ താങ്ങിക്കൊള്ളും. ഇവിടെ സാത്താൻ എന്താ പറയുന്നത്? നീ ആ മോളിക്ക് ചാടാ, നിന്നെ കർത്താവ് താങ്ങിക്കോളെന്നാ പറയുന്നത്. അങ്ങനെയല്ലേ? ഇത് വചന ലംഘനമാണിത്. ഈ പാപം എന്ന് പറയും നമ്മളെ കൊണ്ട് സാത്താൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? നമുക്ക് മോഹങ്ങൾ തരും, ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ അഭിലാഷം തരും. എന്നിട്ട് വചനം ലംഘിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. നമ്മുടെ മോഹങ്ങളെ, അഭിലാഷങ്ങളെ അത് ദുരാഗ്രഹമായി മാറ്റിയിട്ട് വചന ലംഘനമാക്കി മാറ്റിക്കളയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എടുത്തോളൂ, അതിനെക്കുറിച്ച് നമ്മുടെ ക്ലാസ് പിന്നീട് വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇവിടെ ഇതേ വാക്യമാണ്. തൊട്ടുനോളിൽ മാലാഖി വേണ്ട, ആവർത്തന പുസ്തകം എടുക്കാം. ആവർത്തന പുസ്തകം യേശു മറുപടി പറയുന്നത് സെയിം കാണാൻ കഴിയും. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങൾ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്, അല്ലേ? നോക്കിയ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല. ആണോ ഇല്ലയോ? ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല. സാത്താൻ എന്താ പറയുന്നത്? നീ ദൈവപുത്രനെങ്കിൽ ചാടാൻ പറയുക. ഇത് സാഹസമല്ലേ? നമ്മളെ കൊണ്ട് സാഹസികളെ ദൈവം വെറുക്കുന്നു. ഇഷ്ടം പോലെ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വചനമുണ്ട്, എടുത്തേക്കാം. സദൃശവാക്യം 13:2, സദൃശവാക്യം 21:7, സദൃശവാക്യം 24:2, എസെക്കേൽ 28:16, യോന 3:8 വായിക്കുമ്പോൾ അവിടെയെല്ലാം തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ എന്താ? ദുഷ്ടന്മാരുടെ ആഗ്രഹം എന്താ? സാഹസം, അല്ലേ? സാഹസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാത്താൻ എന്താ പറഞ്ഞത്? നീ ചാടങ്ങട്, നീ ദൈവപുത്രനല്ലേ, നീ ചാടങ്ങട്, നിന്നെ താങ്ങുവാൻ ദൈവം നിന്നെ കാവലേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ വചനം എങ്ങനെയാ കിടക്കുന്നത്? സങ്കീർത്തക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ എല്ലാ വഴികളും കാക്കേണ്ടത് അവൻ നിന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ വഴിയാത്രയിൽ നമുക്ക് സംഭവിച്ചു പോയാൽ താങ്ങാൻ വേണ്ടിയാ. അല്ല നമ്മുടെ കയ്യിരിപ്പുകൊണ്ട് സാഹസം കാണിച്ചിട്ട്, അല്ലേ, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ജാട കാണിച്ചിട്ട് നമ്മളെ കരുതാമെന്നല്ല വചനം പറയുന്നത്. സാത്താൻ പറയുന്നതാ, ഇല്ലേ? സംഭവിച്ചു പോയി, അവിടെ നമ്മൾ വലിയ പ്രകടനമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമുക്കത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സാഹസികരെ ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. ദ്രോഹിയുടെ ആഗ്രഹമോ സാഹസം തന്നെ. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവായി തീരുന്നു. നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പോയി കൽപ്പിച്ചാലുണ്ടല്ലോ, അത് സാഹസം കാണിക്കുക. 10 പേരിരിക്കുമ്പോൾ നമ്മൾ 10 പേരുടെ മുമ്പിൽ എന്താ നമ്മൾ ആളാകാൻ വേണ്ടി, കുഴപ്പമില്ലല്ലേ, വാക്ക് സെറ്റില്ല, ജാട കാണിക്കാൻ വേണ്ടി, അല്ലേ, ആളാകാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടത്. പക്ഷെ ഇത് സാഹസമാണ് സഹോദരങ്ങളെ. അല്ല, ദൈവവചനത്തിൽ വിപരീതമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം അവിടെ കരുതാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അല്ലേ? ദുഷ്ടന്മാരെ കുറിച്ച് സാഹസം ചിന്തിക്കുന്നു. എസെക്കേൽ ഇതേ വാക്യം സാത്താനെ കുറിച്ച് പറയുമ്പോഴും കാണാം, നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. ആരുടെ അന്തർഭാഗമാ? എസെക്കേൽ 28, യെരമ്യാവ് 14 ആരെ കുറിച്ചാണ് പറയുന്നത്? കെരൂബിനെ കുറിച്ച്, വീണുപോയ സാത്താനെ കുറിച്ച്, അല്ലെ, അരുണായ പുത്രനായ ശുക്രനെ കുറിച്ചാണ് പറയുന്നിരിക്കുന്നത്. നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മേൽ, ദൈവത്തോട് സമത്വം ഉണ്ടാകണം,
അല്ലെ, ഉത്തരദിക്കിൽ ഇരുന്നരുളും എന്നൊക്കെ പറയുന്ന 5 പ്രാവശ്യം ഞാൻ അത്യുന്നതനോട് സമനാകും. പിന്നെന്തൊക്കെയാ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഉത്തരദിക്കിൽ ഇരുന്ന് അരുളും, അല്ലെ, ഞാൻ 5 പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞു, അല്ലേ? ഇവിടെ പഠിച്ചിട്ടുണ്ട്, എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല, എവിടെ പഠിച്ചിട്ടുണ്ട്. സാത്താൻ ആഗ്രഹിച്ച അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞതും, 2 ഉത്തരദിക്കിൽ അല്ലെങ്കിൽ സിയോണിൽ ഒരുമിച്ചിരുന്ന് വാഴുമെന്ന് പറഞ്ഞതൊക്കെ ആർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹമാ? പറയൂ. നമുക്ക് ജയാളികളായി ചെല്ലുന്നവർക്ക് പിതാവിന്റെ അടുക്കൽ ഞാൻ ജയിച്ചു പിതാവിന് സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുക. നമുക്ക് വെച്ചിരിക്കുന്ന നന്മകളാണ് സാത്താൻ ആഗ്രഹിച്ചത്. സമനാകുകയല്ല, നമ്മൾ പുത്രനെ പോലെ ആയി മാറുകയാണ്. ഹല്ലേലൂയ. അത് നിഗളം കൊണ്ടല്ല, സാഹസം കൊണ്ടല്ല. എങ്ങനെയാ? താഴ്മ കൊണ്ട്. ഞാൻ മാനുഷിക നിഗളവും ദൈവിക താഴ്മയെന്ന് പറഞ്ഞ ക്ലാസ് നമുക്കുണ്ട്. നല്ല ക്ലാസ്സാ, മിക്കവാറും അല്ലേ? നല്ല മാനുഷിക, കേട്ടോ, ഹെഡിങ് കേട്ടോ നിങ്ങൾ, മാനുഷിക നിഗളവും ദൈവിക താഴ്മയും. എന്താ പറയാ, ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നില്ലേ, അവന്റെ അവൻ അവിടെ എല്ലാം ഇറക്കി വെച്ച് താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ എളിമയാ. മത്തായി 11:28-29 വാക്യം എന്താ? ഞാൻ PTH കാരൻ MTH കാരനാകയാൽ, ഞാൻ റവറൻറ്റും ബിഷപ്പും ആകയാൽ നിങ്ങൾ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങൾ പറ താഴ്മയുള്ളവനാകയാൽ, അല്ലേ? കർത്താവ് നമ്മെ പിടിച്ച് അതിനു വേണ്ടിയാ, അത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ മുഖമൊക്കെ നമുക്ക് വെച്ചു തരുന്നത്. ഈ ക്രൂശ് തരുന്നത് അതിനാണ്, താഴ്മ പഠിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ അധികാരം കൊണ്ട് നമുക്ക് എല്ലാ ആഗ്രഹവും യേശുവിനെ അപ്പമാകട്ടെ, മേടിച്ച് കഴിച്ച്, അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് കഴിച്ചാൽ പിന്നെ നമുക്ക് അവസാനം കർത്താവിനെ തള്ളി കർത്താവിടെ മിണ്ടാതിരിക്കും, ഞാൻ ചെയ്തോന്ന് പറഞ്ഞു കേൾക്കും. നിനക്ക് വലിയ ഇതിനൊക്കെ ഐഡിയാസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ആ കർത്താവിനെ പഠിപ്പിക്കും. ഇത് കർത്താവ് നമുക്ക് വെച്ചത് നമുക്ക് താഴ്മയിലേക്കാണ്, ക്രിസ്തുവിന്റെ അതേ ഭാവത്തിലേക്ക് വരാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ വിട്ടുപോകുന്നു. സാത്താന് സാഹസമാ. എന്താ സാഹസം കാണിച്ചത്? ദൈവത്തോട് സമനാക്കി. വെറും ദൈവത്തിന്റെ സൃഷ്ടി വാക്കുകൾ കൊണ്ട് ഒരു വാക്യം, വെറും എന്താ, വെറും ഏഞ്ചൽ, വെറും കെരൂബ്, എല്ലാ ദൂതന്മാരിലും ഏറ്റവും ശ്രേഷ്ഠനായവൻ, സൗന്ദര്യ സമ്പൂർണൻ, അല്ലേ? എങ്ങനെയാ അവന് സൗന്ദര്യം വർദ്ധിച്ചത്? എങ്ങനെയാ പറ? അവൻ എങ്ങനെയാ? അവൻ യഹോവയായ ദൈവം എവിടെയൊക്കെ പോകുന്നുവോ അവന്റെ കൂടെ കെരൂബ് ചിറകം വിരിച്ച് ഇങ്ങനെ പോകും, അല്ലേ? ജ്ഞാനിയോടുകൂടി നടന്നാൽ നീയും ജ്ഞാനിയാകും, അല്ലേ? സൗന്ദര്യപൂർണ്ണനോട് നടന്നാൽ, രാജീവ് എന്നെ കൂടെ നടക്കുന്നത് രാജീവ് അതുകൊണ്ടാ എന്റെ സൗന്ദര്യം ഞാനിപ്പോ കറുത്തുപോയി. സത്യം പറഞ്ഞ രാജീവ് വെളുത്ത് വരുന്നത് എന്തുവാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് അന്തർഭാഗം സാഹസം കൊണ്ട് നിറയുക. നമ്മൾ എളിമയാ. കർത്താവ് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ വിളിച്ചത്. ഞാൻ നിങ്ങൾക്ക് മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു, അല്ലേ? ഇവിടെ നമ്മളെ വിളിച്ചത് ഈ കർത്താവ് ആ ക്രൂശ് വന്നിട്ട് അവന്റെ പുറകെ പോകാൻ വേണ്ടിയാ. അവൻ രാജാവൊന്നും ആയിട്ടില്ല, അല്ലേ? സാത്താൻ പറയുന്നതൊക്കെ നമ്മൾ എന്താ പറയാ, വാക്യം എന്താ? സാഹസം, അല്ലേ? നമ്മളെ സാഹസം കൊണ്ട് ജീവിക്കാൻ സാത്താൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇല്ലാത്ത പൈസ കൊണ്ട് വലിയ മോഹിക്ക് ബ്രദറെ, നിങ്ങൾക്ക് ഞാൻ കാണുന്നത് 3 നില വീട് നിങ്ങൾക്ക് തരാൻ പോകുന്നു. പെയിന്റ് പണിക്കാരൻ, വെറും പെയിന്റ് പണിക്കാരൻ, 1000 രൂപ ശമ്പളം, 2 മക്കൾ പഠിക്കുന്നു, അച്ഛന് ഷുഗർ, അമ്മക്ക് പ്രഷർ, പിന്നെ ഇതൊക്കെ ഭാര്യയ്ക്ക് കൊളസ്ട്രോള് ഒക്കെയുണ്ട്. കിട്ടുന്ന അന്നേ എടുക്കുള്ളൂ. പക്ഷെ ആ 3 നില വീട് കണ്ടുപോയി, അല്ലേ? ഒന്നും വേണ്ടുന്നില്ല, കണ്ടുപോയി. പിന്നെ ദൈവം പറഞ്ഞിരിക്കുക, പിന്നെ സാഹസമാണ്. എന്താണെന്നറിയാമോ? ഇല്ലാത്ത എവിടെ നിങ്ങൾ ഒപ്പിച്ചൊക്കെ അത് വീട് പണി. അവസാനം പറയും നിങ്ങൾക്ക് പണി തീർക്കാൻ കഴിവില്ലെങ്കിൽ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഒരു ഭവനം പണി അയച്ചിരിക്കുന്നുവെങ്കിൽ അത് തീർക്കുവാൻ വകയുണ്ടോ എന്നും അത് നോക്കണം. അതാ കറക്റ്റ് വാക്യം. ഇല്ലെങ്കിൽ സാഹസമായി പോകും. ഞാൻ പറഞ്ഞ് മനസ്സാവണം, നിങ്ങൾക്ക് സാഹസമായി പോകും. ഗ്രഹിക്കണമെന്ന് ശരിക്കും ഗ്രഹിക്കണം നിങ്ങൾ. സാഹസക്കാരെ ദൈവം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. വാക്യം ശ്രദ്ധിച്ചു, എത്ര വാക്യം, ഇനിയും തരാം ഒരുപാട് വാക്യം വേണമെങ്കിൽ. വെറുക്കുകയാ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാ നിങ്ങൾ ദരിദ്രനായി വിളിച്ചോ, ദരിദ്രനായി തുടർന്നോ. നീ സമ്പന്നായി വിളിച്ചോ, സമ്പന്നായി പോയിക്കോ. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബൈബിളിലെ വാക്കല്ലേ ഇതൊക്കെ? ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വില വിട്ടാണോ? ദിനീല സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യമാണോ? 666 ഒന്നുമല്ലല്ലോ. കർത്താവിന്റെ വാക്യം ഇത് മുഴുവനും.
നമ്മുടെ സാഹസക്കാരെ ദൈവം വെറുക്കുന്നതേ. ഹല്ലേലൂയ. സാഹസമല്ല നമുക്ക് ആവശ്യം, അവരുടെ ഭക്തിയായിരിക്കണം. അല്ലേ? പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവന്റെ ആത്മാവ് എന്ത് തരുന്നു പോകും അതൊക്കെ ചെയ്യുക. അവന്റെ ആത്മാവ് പറയുക നീ ചെയ്തോ, വീട് വെച്ചോ, ഓക്കെ. ആത്മാവ് പറയുക നീ ഗൾഫിലേക്ക് പൊക്കോ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സാഹസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാഹസമൊക്കെ ഇപ്പൊ എവിടെ ഇറക്കി വെച്ചിട്ട് പോയാൽ മതി. ഇന്ന് സാഹസമൊക്കെ ഇറക്കി വെച്ചിട്ട് നമുക്ക് താഴെ ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് പോകാന്നല്ലേ. നമുക്ക് വളരെ കർത്താവ് ഞാൻ ലജ്ജിപ്പിക്കത്തൊന്നുമില്ല. നമ്മുടെ അകത്ത് ഒരുപാടുണ്ട്. മനുഷ്യനല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ആദാമിന്റെ മക്കളാ. എന്തെങ്കിലും സ്വയോട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ല. ഞാൻ നിങ്ങളോട് എന്റെ സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഒരു ലോണിന്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ പോയി എടുത്ത് അവസാനം എന്നെ കൊണ്ട് പോയി. ഇവരൊക്കെ അറിയാന് വെറുതെ അതാ ഒരുപാട് ഇതൊക്കെ ഒട്ടും ഞാൻ മോശമൊന്നും അല്ലായിരുന്നേ. ഇപ്പോഴാണ് ഉടഞ്ഞു പോയത്. നല്ല ക്രൂശ് തലേ കയറ്റി വെച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. 8ന്റെ പണി എങ്ങനെ കറങ്ങിയാലും അവിടത്തെ വന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും കർത്താവ് പണതെടുത്ത് കുറേ പോയിട്ടില്ല മുഴുവൻ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്ന കാര്യം? നീ ദൈവപുത്രനെങ്കിൽ ചാടാൻ പറയാ, സാഹസം പ്രേരിപ്പിക്കുക. കർത്താവ് അങ്ങനെ ഇത് വാക്തമാ. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടത് ഞാൻ നിന്നെ കുറിച്ച് ദൂതന്മാരെ കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടത് അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. ഇത് നമ്മുടെ വാക്തത്വമാണ്. വാക്തത്വമാണിത്. ആണോല്ലയോ? നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വമാണ്. പക്ഷേ സാഹസക്കാർക്കുള്ളതല്ല. ആണോ? മത്തായി 6:33 കാണാപ്പാടം പറഞ്ഞേ. ഇതെല്ലാം ആദ്യം രാജ്യം നീതി അന്വേഷിപ്പിൻ, ഇതെല്ലാം നിനക്ക് കിട്ടും. ഉണ്ണാനും കുടിപ്പാനും ഉടുപ്പാനുമുള്ള എല്ലാം നിനക്ക് പുറകെ വരും. നിന്റെ ജീവിതകാലം മുഴുവൻ പുറകെ വരും. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് എല്ലാം പുറകെ വരും. ഇത് ആർക്കാ ഉള്ളത് കിട്ടുന്നത്? ഇത് ആർക്ക് കിട്ടും? ഉണ്ണാനും ഉടുപ്പാനും കുടിപ്പാനും ഒരു ടെൻഷനും എടുക്കേണ്ട, ഒരു SBയിലും പോകണ്ട, ഒരു എന്താ പറയുക ഫെഡറൽ ബാങ്കിലും പോകണ്ട. ഇത് ആർക്ക് എവിടെ കിട്ടും? അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, രാജ്യനീതി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല കാര്യം. അന്വേഷിക്കാന്ന് പറയുന്ന സാധനമോ? അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതൊക്കെ അതിൽ കിട്ടും. ഓക്കെ, എന്താണ് അന്വേഷണം? ഓക്കെ, പറഞ്ഞോ, കറക്റ്റാ. ഞാൻ ചിന്തിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ആത്മമണ്ഡലം പൊട്ടാൻ വേണ്ടിയാ, നമ്മുടെ സ്പിരിച്വൽ റിലമ പൊട്ടാൻ വേണ്ടിയാ. നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മീയ സത്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മളൊക്കെ മനുഷ്യൻ സ്പിരിറ്റ് ബീയിങ് ആ മനുഷ്യൻ, അല്ലേ? മനുഷ്യൻ അദൃശ്യനാണ്, നമ്മുടെ സോൾ അദൃശ്യനാണ്. അത് നമ്മൾ ആ ലെവലിലേക്ക് കടന്നു വരണം. നമ്മള് ഇപ്പൊ ഇത് ഞാൻ ചോദിച്ചത് ചോദ്യം മറന്നു. രാജ്യനീതി നമുക്ക് എങ്ങനെ നമുക്ക് ഉണ്ണാനും ഉടുപ്പാനും കുടിപ്പാൻ കിട്ടുന്നത്? അവന്റെ രാജ്യത്തിനകത്ത് ജീവിക്കുമ്പോൾ. അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? എന്താ അന്വേഷണം? ഞാൻ എവിടെ ജനിച്ചത്? നിങ്ങൾ ജനിച്ച ഇളംകുളത്ത്, അതാ ഞാൻ സമ്മതിച്ചു, ഒരു ഡൗട്ടുമില്ല. അത് വേണമെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ട് മേടിച്ചു തരാം സർട്ടിഫിക്കറ്റ്. നിങ്ങൾ എവിടെയാ ജനിച്ചത്? അകത്തെ മനുഷ്യൻ, ദൈവരാജ്യം അവകാശമാക്കുന്ന, സ്വർഗം അവകാശമാക്കുന്ന, പിതാവിന്റെ മകനായിരിക്കുന്ന, അല്ലെ യേശു ജ്യേഷ്ഠനായിരിക്കുന്ന ആ മനുഷ്യൻ എവിടെയാ ജനിച്ചത്? ദൈവരാജ്യത്തിനകത്ത്. അവിടെ ജീവിക്കുന്നവർക്കായി ഈ നന്മ മുഴുവനുള്ളത്, അല്ലാത്തവർക്കില്ല. അത് വിട്ട് പുറത്തുപോയി ജീവിച്ചാൽ വെറുതെ വെള്ളത്തിൽ കിടന്ന് കൈയിട്ടടിക്കാന്ന് മാത്രമേ ഉള്ളൂ. കർത്താവും ഉണ്ടാകത്തില്ല, ആരും ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ടായി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നമുക്കുള്ള വാക്തത്വമാണ്. പക്ഷെ ഇവിടെ സാഹസം പാടില്ല. എടുത്ത് മുകളിലൊക്കെ ചാടിയ കാലൊടിഞ്ഞ് വീട്ടിൽ കിടക്കത്തേ ഉള്ളൂ. ഞാൻ വന്ന് പ്രാർത്ഥിക്കത്തൂല്ല, ഉള്ള കാര്യം പറയാം. സാഹസം കാണിച്ച് എന്തെങ്കിലും പറ്റിപ്പോയാ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ തമാശ പറഞ്ഞ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മരണം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഒട്ടും പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അന്തർഭാഗം യോന 3:8 പറയുക, മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്റെ ദുർമാർഗം, കുഴപ്പമില്ല ഇത്ര പറഞ്ഞ ദുർമാർഗവും താന്റെ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. അപ്പൊ സാധനം എവിടെ ഇരിക്കുന്നത്? ഇതിനകത്ത് സാധനം കിടക്കുക, സാഹസം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ എന്ത് വ്യാഖ്യാനം വേണ്ടി ആവശ്യമാണ്? നമ്മുടെ അകത്ത് കിടക്കുക. നമുക്ക് എന്നും പാപത്തിൽ വീണ മനുഷ്യന് ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പേരെടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും. സ്വയമായിട്ട് നമ്മൾ
പലതിറക്കി ചെയ്ത് അവസാനം കൈകാലിട്ടടിക്കും. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് വിട്ടുപോകേണ്ട. സാത്താൻ യേശുവിനോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാ. എന്താ പറഞ്ഞത്? നീ താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. ദൂതന്മാർ കാക്കുകയല്ല, ഇവിടെ നീ നടക്കുമ്പോൾ അറിയാതെ പറ്റിപ്പോയാൽ, അല്ലേ, നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ദൂതന്മാർ കാക്കും. മനഃപൂർവ്വം സാഹസം കൊണ്ട്, അല്ലേ, നിഗളം കൊണ്ട് ചാടിപ്പോയാൽ കർത്താവ് കാക്കത്തില്ലെന്നാണ് ഈ പറഞ്ഞത്. അതിലൊറ്റ കാര്യമുള്ളൂ, മനം തിരിഞ്ഞ് അനുതപിച്ച് അവന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് വന്നാൽ നമുക്കിവിടെ കിട്ടും പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ 3 കാര്യങ്ങൾ യേശുവിന്റെ അടുക്കൽ ഇതേ പരീക്ഷയുമായിട്ട് കർത്താവ് ഈ സാത്താൻ വന്നത്, അല്ലേ? എന്തൊക്കെയാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് 3 കൊണ്ട് തന്നെയാണ് സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്നത്. അവിടെയൊക്കെ കർത്താവ് വചനം കൊണ്ട് നേരിട്ടു. ഹല്ലേലൂയ. സാക്ഷാൽ വചനമായവൻ, മഹത്വ വചനമുണ്ട്, സാക്ഷാൽ വചനമായവൻ അതിനെ നേരിട്ടു, അല്ലേ? ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം. സ്പിരിച്വൽ വാർഫെയർ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാളെന്ന് പറയുന്നത് വചനമാണ്, വേറെ ഒന്നുമില്ല നമുക്ക്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല, അല്ലേ, പുട്ടുമൊറോട്ടയും ഇഡലിയും ചപ്പാത്തിയും കൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? വചനം കൊണ്ട് ജീവിക്കാം. വചനം കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? രാവിലെ എണിച്ചിട്ട് ബൈബിളിൽ നിന്ന് താള് കീറി വിഴുങ്ങി ഇത്തിരി വെള്ളം കുടിക്കുന്ന പരിപാടിയാണോ? അല്ല. അവന്റെ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് നടക്കുകയാ. ഹൃദയത്തിന് ദാഹമാണ്, വയറിന്റെ ദാഹം അല്ല. വയറ് ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് പുട്ടും കടലും പൊറോട്ടയും കഴിച്ചോ, എന്നെയും വിളിച്ചോ, ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് വയറിന്റെ. ഇന്ന് കഴിച്ച നാളെ മറപ്പുരെ പോകും. 60 വയസ്സ് കഴിച്ച 70 വയസ്സാകുമ്പോൾ അതിന്റെ പെട്ടിക്കുള്ളിയും പോകും. പിന്നെ മറ്റേങ്ങൾ ചവച്ച് നിന്നോളും. ഇതല്ല, ഇത് വയറല്ല, ഹൃദയമാണ്. ഹൃദയത്തിന്റെ വിശപ്പാണ്, ആത്മാവിന്റെ വിശപ്പാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മത്തായി ഗിരിപ്രഭാഷണം ഭർത്താവ് പഠിപ്പിക്കുമ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യം തന്നെ എന്താ പറയുന്നത്? ഗിരിപ്രഭാഷണത്തിൽ 1-ാമത്തെ വാക്യം എന്താ? അത് പറഞ്ഞ് കറക്റ്റാ അല്ലേ? വയറിന് വിശപ്പുള്ളവൻ, അങ്ങനെയാണ്, ആത്മാവിൽ. ഇത് ആത്മാവിന്റെ കാര്യമാണ്. അതെല്ലാം ദരിദ്രനായ ഭാഗ്യവാൻ, ആത്മാവിന്റെ ദാഹമാണതെല്ലാം. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞു വിടുക. ഇനി സമയം മുന്നോട്ട് പോയി ഒരുപാട് സമയം മുന്നോട്ട് കടന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും യേശുവിന്റെ ഇടയ്ക്ക് വന്നത് എങ്ങനെയാണ് കർത്താവ് ജയിച്ചതെന്ന് ഇപ്പൊ മനസ്സിലായത് നമുക്ക് ഏകദേശം ചെറുതായിട്ട്, അല്ലേ? ഇതുകൊണ്ട് തന്നെ നമ്മൾ ജയിക്കേണ്ടത്. നമുക്ക് ഒരുപാട് ജഡമോഹം വന്ന് കാണും, ഒരുപാട് നമ്മൾ ചെയ്ത് കാണും പലതും, അല്ലേ? ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, മാനസാന്തരപ്പെടുക. 2, അല്ലേ, കാണിച്ചു കൊടുത്തു. കൺമോഹം നമ്മളകത്തേക്ക് കയറും, അല്ലേ? ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എന്നെ പോലെ ഒരു ബോഷായ മനുഷ്യ ലോകത്ത് ആരും കാണത്തില്ല. തല്ലുകൊണ്ട് തന്നെയാണ് പഠിച്ചതാണ് അതൊക്കെ. ജീവിതത്തിൽ കർത്താവിന്റെ തല്ലുകൊണ്ട് പഠിച്ചതായി മുഴുവനും. ഫുൾ ഡാമേജ്. 2 കാലും പോയി, 36 സ്റ്റിച്ച് വയറ്റിലുണ്ട്, ഏക്കെ പോയി കിടക്കുക. അടി കൊണ്ട് തന്നെ പഠിച്ചതാ. എൻ്റെ അകത്തൊക്കെ മോഹം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, എന്നെ എപ്പോഴും പറയുന്ന കാര്യം, വാഹനമാണ് നമ്മുടെ വീക്ക്നെസ്. ഒരു വണ്ടി കണ്ട വണ്ടിയുടെ പുറകെ പോയിട്ട് അത് എല്ലാം കണ്ടുപഠിക്കും. കൺമോഹം, ഓരോ വണ്ടിയുടെ ടയർ കൊള്ളത് എന്നൊക്കെ പറഞ്ഞ് കണ്ണി കൂടി കേച്ച് അകത്ത് കയറും. പിന്നെ ഇല്ലാത്ത ഒക്കെ കൊടുത്ത് മേടിച്ച്, ഇവർക്ക് അറിയാം, എൻ്റെ കൂടെ നടന്ന ആൾക്കാരാ. ഇതുപോലെ ഒരുപാട് ഇതൊക്കെ നമ്മൾ കണ്ടു തന്നെ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപമൊക്കെ നമുക്ക് മാറ്റിവെച്ചേ മതിയാകത്തുള്ളൂ. അവിടേക്ക് വരുമ്പോൾ എങ്ങനെ നമുക്ക് ജയിക്കണമെന്ന് കർത്താവ് കാണിച്ചുന്ന വഴികൾ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? കർത്താവ് ഇതിന്റെ വഴിയുണ്ട്, ആ വഴിയിൽ കൂടിയാണ് നമ്മൾ ജയിക്കേണ്ടത്. എന്നീ പറ്റിപ്പോയാൽ കർത്താവ് ക്ഷമിക്കും. അവൻ നല്ല കർത്താവ്. പക്ഷെ നമുക്ക് അനുതാപം, മനസാന്തരമൊക്കെ നമുക്ക് ആവശ്യം. അതിന് സഹായിക്കട്ടെ. ഇനി ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. അവിടെയൊക്കെ നമുക്കൊരു ജയജീവിതം ആവശ്യമാണ്. ഒന്നാമത്തെ പരീക്ഷ ശരീരത്തിലുള്ളതും ജഡമോഹം, കൺമോഹം. ഒരു കാര്യം ശ്രദ്ധിക്കണേ, മനുഷ്യനെ കുറിച്ച് പണ്ട് ആഴമായി പഠിച്ചിട്ടുണ്ട്. സാത്താന്റെ തന്ത്രം മുഴുവനും നമ്മുടെ ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ പരീക്ഷ ശരീരത്തിന് വേണ്ടിയുള്ളതാ, അല്ലെ, വയറിന് വേണ്ടിയുള്ളതാ. 2 പ്രാണന് വേണ്ടിയുള്ളതാ. 3 അവന്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ളതാ. ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപമൊക്കെ അതിനുള്ള ബന്ധം കടന്നു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്ന് മറന്നു പോകരുത്. എബ്രായർ 2:18 പറയുന്നു, എന്ന് വായിച്ചേ. എബ്രായർ 2:18. പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാ. അവൻ ജയാളി ആയതുകൊണ്ട് നമുക്കിന്ന് ആ പരീക്ഷ ജയിക്കാൻ കഴിയുന്നത്. ഇല്ല, നമ്മൾക്ക് എത്ര വട്ടം വീണു പോവും, അല്ലേ? നമ്മുടെ വിചാരം സാത്താൻ അവന് മണ്ടനാണെന്നല്ലേ? സാത്താൻ ആരാ? വെറും മരമണ്ടെന്ന് നമ്മ പറയാം. അയ്യോ തെറ്റിപ്പോയി, നമുക്ക് തെറ്റിപ്പോയതാ. അവനെ കുറിച്ച് കർത്താവ് പറയുന്നത്, അവൻ ജ്ഞാനി, അവൻ ശക്തി ഉള്ളവൻ. വായിച്ചിട്ടില്ലേ? കൊരിന്ത്യർ പറയുക, ശക്തി ഉള്ളവനെ തോൽപ്പിക്കാൻ അശക്തനായി നമ്മെ തിരഞ്ഞെടുത്തു, അല്ലേ?
ജ്ഞാനിയായവനെ, അവൻ വെറും പുള്ളി എന്നുള്ളത്, നമ്മൾ വെറുതെ കുട്ടിക്കളിച്ച് അവനടുക്കെ പോയിട്ട് വെറുതെ അടിമേടിച്ച് വെറുതെ, അവൻ ജ്ഞാനിയാണ്. ദാനിയേലും ജ്ഞാനിയല്ലയോ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. ഞാനിപ്പോ പറയും, നിങ്ങൾ പറയും ഇപ്പൊ പാസ്റ്റർ പ്രസംഗിച്ച് സാത്താനെ പൊക്കുക എന്ന് പറയും. നിങ്ങൾ എന്തും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ബൈബിള് വാക്യം പറയുന്നത്, അവൻ ദാനിയേലിനും ആരാ? ജ്ഞാനിയാകുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? സാത്താനെ കുറിച്ചാ. കുറുതലേഖത്തിൽ മൂന്നാമത്തെയും പറയുക, ശക്തനായവനെ തകർക്കുവാൻ അശക്തനായ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ അവൻ ആരാണത്? അവന്റെ മുമ്പിൽ നമ്മുടെ ഈ ലൊട്ടൂടെ എടുക്കുക. ബൈബിള് സൺഡേ വരുമ്പോൾ മാത്രം സൺഡേ ബൈബിൾ കൊണ്ടിരില്ല, അറിയില്ലേ? ബൈബിൾ കൊണ്ടുവന്ന് ചുമ്മാ ഇത് തുറന്ന് വായിച്ചില്ലെങ്കിൽ അവന്റെ അടിയേറ്റ് നമ്മൾ കിടക്കത്തേ ഉള്ളൂ. തീയമ്പുകൾ അവന്റെ പരിപാടി. തീയമ്പിട്ട് നമ്മൾ തകർത്ത് കളയും. എന്താ പറഞ്ഞത്? തുടക്കം മുതൽ ഞാൻ പറയാറില്ലേ, 6 മാസം പോലും വേണ്ട ബൈബിൾ. പൗലോസൊക്കെ 6 മാസം കൊണ്ട് അവിടെ ഒരു മൂപ്പനെ ആക്കി രക്ഷിക്കപ്പെടുത്തി വചനം പഠിപ്പിച്ച് 6-ാം മാസം അവനെ ഒരു സഭയിലെ മൂപ്പനാക്കിയിട്ടാ പൗലോസ് അവിടെ വിട്ടുപോകുന്നത്. എന്താ അത് വചനമല്ലേ അതൊക്കെ? എന്തുകൊണ്ട് നമുക്ക് ഈ വർഷം 10, 20, 30 ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് മാറുന്നില്ല? നമ്മുടെ പ്രശ്നം ഇത് തന്നെയാ. അവന് തീയമ്പുകളേറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ് കിടക്കുക നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുത്. അപ്പൊ അത് ഒറ്റ കാര്യം മനസ്സിലാക്കുക. യേശു 4-ാം അധ്യായം, മത്തായി 4-ാം അധ്യായത്തിലും ലൂക്കോസ് 4-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയും. അവൻ അതിന്റെ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് പറയാ, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. തൊട്ട് പറയാ, തുടക്കത്തിൽ, പരീക്ഷയുടെ തുടക്കത്തിൽ പറയാ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോ ആത്മനിറവുള്ളവനെയാണ് ഇത് ചെയ്തത്. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നവനെ ഈ പരീക്ഷ നേരിട്ടത്. അപ്പൊ വയറ് നിറഞ്ഞിരിക്കുന്ന നമുക്ക് എത്ര പരീക്ഷ നമുക്ക് വരുമല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ആത്മാവ് നിറഞ്ഞിരിക്കുന്ന യേശുവിന് ഇത്രയും പരീക്ഷകളാ സഹിക്കേണ്ടി വന്നത്. ഇത് ആത്മാവല്ല, വയറാ നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചിന്തിച്ച് നോക്കി, ഏത് വഴി കൂടിയാണെന്ന്. ക്രിസ്ത്യ ജീവിതം വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ജീവിതമാണ്. ഹല്ലേലൂയ. കാരണം നമുക്കൊരു നിത്യമായ കിരീടം നമുക്ക് ചുറ്റും. കിരീടം ഞാൻ മായച്ചു വേണ്ട, നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പൊ ഇനി 3 കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുക. ഏതൊക്കെയാ? ലോകവും ലോകത്തിലുള്ളതും. എന്താ ലോകത്തിലുള്ളത്? എന്തൊക്കെയാ? ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ ഈ 3 കാര്യത്തിലൂടെയാണ് സാത്താൻ ഹവ്വയെ ആദത്തിനെ ചതിച്ചത്, യേശുവിനെ ചതിക്കാൻ നോക്കിയത്. 1-ാം മനുഷ്യൻ ആദം, ഒടുക്കത്തെ മനുഷ്യനായ യേശുവിനെ തകർക്കാൻ നോക്കി. ഈ 3 കാര്യങ്ങൾ കൊണ്ടാ നമ്മൾ ഈ 3 കാര്യങ്ങൾ അല്പമായിട്ട് ചിന്തിക്കാൻ പോവുക. ജഡമോഹം അല്ലേ? സത്യത്തിൽ ജഡമോഹം, ജഡം എന്ന് പറയുന്ന സാധനം എന്താ? നമ്മൾ പണ്ട് നമ്മുടെ ട്രിനിറ്റി ഓഫ് മാൻ എന്ന് പറഞ്ഞ അല്ലെ, മാൻ ഇസ് എ ട്രൈയോൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഴമായിട്ട് 25 ക്ലാസ് കൊണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ജഡം എന്താ? ജഡം ദൈവം സൃഷ്ടിച്ചതാണോ? പഴയ ക്ലാസ് ഓർമ്മയുണ്ടോ വല്ലപ്പോഴും? അത് പഠിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഇന്ന് ഡോക്ടർ ആയിപ്പോയനെ അല്ലേ, നമ്മളൊക്കെ വക്കീലൊക്കെ ആയിപ്പോയനെ. പഠിക്കാത്തോണ്ടല്ലേ നമ്മൾ കർത്താവിടെ എടുത്തല്ലേ, ഭാവിയെ തേടി കർത്താവ് വന്നോണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ. എന്തുമാകട്ടെ, ജഡം എന്താ? പഠിച്ച ജഡം സത്യത്തിൽ ദൈവം സൃഷ്ടിച്ചതല്ല മനുഷ്യനകത്ത്. മനുഷ്യന് ആത്മദേഹി ദേഹത്തെ 3 അവയവമായിട്ട്, 3 മനുഷ്യനെയായിട്ട്, 3 അല്ലേ വ്യക്തികളായിട്ടാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അല്ലേ, ഓർമ്മയുണ്ടോ? ആത്മാവിന് ജീവനുണ്ട്, ദേഹിക്ക് ജീവനുണ്ട്. ആത്മാവിന് ജീവന്റെ പേരെന്താ? ദേഹിയുടെ ജീവന്റെ പേരെന്താ? ശരീരത്തിന്റെ ജീവന്റെ പേരെന്താ? അടുത്ത ആഴ്ച പരീക്ഷ ഉണ്ട്. ആത്മാവിന്റെ ജീവന്റെ പേരെന്താ? സ്വയേ ജീവൻ. മറ്റേ ജീവൻ എന്താ? അതിപ്പോ നമുക്ക് മനസ്സിലായി, സുഖേ ജീവൻ. ഇത് ശരീരത്തിന്റെ ജീവന്റെ പേരെന്താ? ലേവ്യ 7, ലേവ്യ 17. രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ഏത് ജീവനാണത്? ബയോസ് എന്ന് പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 പേഴ്സണൽ, 3 എന്താ പറയുക, വ്യക്തിത്വങ്ങളായിട്ട് തന്നെയാണ്. പക്ഷേ പാപം നിമിത്തം സാത്താൻ, അല്ലെങ്കിൽ ഞാൻ പറയുക ആത്മാവായിരിക്കുന്ന സ്പിരിച്വൽ ബീയിങ് ആയിരിക്കുന്ന സാത്താൻ അല്ലെങ്കിൽ പിശാച് ഹവ്വയുമായി ചേർന്നപ്പോൾ ഒരു മനുഷ്യന്റെ അകത്ത് ജനിച്ചതാണ് ആര്? പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയാ, ജഡം. അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ പ്രകൃതം അല്ലെങ്കിൽ സാത്താന്റെ പ്രകൃതം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? സഭാപ്രസംഗി 7:29 വാക്കുണ്ട്, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സ്തോത്രം പറയുന്നവനായി തീർന്നു. സൂത്രം അല്ലേ? കറക്റ്റാ അല്ലെ? സൂത്രങ്ങൾ തേടിപ്പോയി അവൻ.
അപ്പോ ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചെങ്കിൽ അവൻ്റെ അകത്ത് സാധനമില്ല. പിന്നെ എങ്ങനെയാ വന്നത്? ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതാണ്. അല്ലെങ്കിൽ അകത്ത് വീണ്ടും ജനിച്ചൊരു ഒരു പഴയ മനുഷ്യൻ ജനിക്കുകയാണ് അകത്ത്. ആരുടെ സന്തതിയായിട്ടാ? പിശാചിന്റെ സന്തതിയായിട്ട്, അല്ലേ? അതിന്റെ പേരെ ജഡം. അതിന്റെ സ്വഭാവം എന്തായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ സ്വരൂപം എന്തായിരിക്കും? സാത്താൻ്റെതായിരിക്കും. അതാ ജഡം, പഴയ പ്രകൃതം എന്നൊക്കെ പറയും അതിനർത്ഥം. നമുക്ക് അതാണ് പഴയ പ്രകൃതം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യനില്ല. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ ദൈവം ഭൂമിയിൽ ദേഹിയിൽ നിർത്തി. എന്നാൽ 6-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ പറയുന്നു, മനുഷ്യൻ തനി ജഡം തന്നെയല്ലയോ എന്ന് പറഞ്ഞാൽ ദേഹിയിൽ നിന്ന് മനുഷ്യൻ ജഡത്തിലേക്ക്, ഈ കാണുന്ന ശരീരത്തിലേക്ക് കാണത്തക്ക വണ്ണമുള്ള ശരീരത്തിന്റെ മോഹങ്ങളിലൂടെ ജീവിക്കാൻ തുടങ്ങി. ആ മനുഷ്യനെയാണ് കർത്താവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിട്ട് ദേഹിയിലല്ല നിർത്തിയത്, ജഡത്തിലുമല്ല നിർത്തിയത്, നമ്മെ നേരെ ആത്മാവിലേക്ക് കൊണ്ട് നിർത്തി. നമ്മെ ആത്മാവിൽ ജീവിക്കുന്നില്ലെങ്കിൽ കഷ്ടം, വെറും കഷ്ടം തന്നെ പറയേണ്ടി വരും. എനിക്ക് വേറെ വഴിയില്ല. കാരണം അതുകൊണ്ട് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കാൻ കഴിയും, ആത്മാവിനാൽ എല്ലാ ചിന്തകളെയും ജയിക്കാൻ കഴിയും, ആത്മാവിനാൽ ലോകത്ത് ജയിക്കാൻ കഴിയും, ആത്മാവിനാൽ സാത്താനെ ജയിക്കാൻ കഴിയും, അല്ലേ? വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ എങ്ങനെ ജയിക്കുന്നത്? ഇത് അവകാശമാക്കും. ജയിക്കുന്നവൻ എങ്ങനെ ജയിക്കുന്നത്? ആത്മാവിനാൽ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആഴമായി നമ്മൾ പഠിക്കും. ഒറ്റ കാര്യമുള്ളൂ, ജഡം എന്ന് പറയുന്നത് ഒരു പാപപ്രകൃതമാണ്. ദൈവം സൃഷ്ടിക്കുമ്പോൾ അത് നമുക്കില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓടിച്ചു വിടുകയാണ്. നമ്മുടെ അകത്ത് പിശാച് പാപം ചെയ്തപ്പോൾ നമ്മുടെ അകത്ത് സാത്താൻ ഇട്ടിരിക്കുന്ന സാധനം പ്രകൃതമാണത്. അത് ജനിക്കുമ്പോൾ ഞാൻ പറയാ, നമ്മളൊന്നും പാപം ചെയ്യാൻ ആരെയും പഠിപ്പിക്കണോ? കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നും പഠിപ്പിക്കണ്ട, ആരെയും പഠിപ്പിക്കണ്ട. അത് കറക്റ്റായിട്ട് പോയി ചെയ്തോളും. എന്നാൽ സൺഡേ വരാനൊക്കെ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനൊക്കെ ആയിട്ട് നമ്മളെല്ലാം പഠിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ബൈബിൾ തുറക്കണം, നമ്മൾ ആദ്യം പുതിയ നിയമം വായിക്കണം, അല്ലേ? യോഹന്നാൻ തന്നെ വായിക്കണം, അല്ലേ? ബാക്കി പേന കയ്യിലെടുക്കണം, പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ. അത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമായി. പക്ഷേ പാപപ്രകൃതത്തിൽ നമുക്ക് അങ്ങനെ പഠിപ്പിക്കണോ? ഒന്നും പഠിപ്പിക്കണ്ട. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. ഇതാരെയും പഠിപ്പിക്കണോ? ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഇത് പാപം നിമിത്തം സംഭവിച്ചു പോയതല്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അകത്ത് വീണ്ടും ജനിച്ച ദൈവപുത്രൻ നമുക്ക് അകത്തുണ്ട്, അതിന്റെ ദൈവത്തിന്റെ വിത്ത് നമുക്ക് അകത്തുണ്ട്. നമുക്ക് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതല്ലേ? നീതിയുള്ള ജീവിതം, വിശുദ്ധ ജീവിതം, പിന്നെ ബൈബിൾ വായിക്കാനുള്ള ആഗ്രഹം, നന്മ ചെയ്യാനുള്ള ആഗ്രഹം, സൽഗുണപൂർണ്ണനല്ലേ നമ്മുടെ കർത്താവ്. അപ്പൊ നമ്മൾ സകലത്തിനും വേണ്ടേ? ഇതൊക്കെ പഠിപ്പിക്കണോ? ഇതകത്തുള്ളതല്ലേ? പാപം ചെയ്യാൻ പഠിപ്പിക്കണോ? അകത്തുള്ള പഴയ ജഡമാ കിടക്കുക, പഴയ മനുഷ്യൻ കിടക്കുക. പുതു മനുഷ്യൻ അകത്തില്ലേ? നമുക്ക് തപ്പി നോക്കേണ്ടി വരും എവിടെയെങ്കിലും ഉണ്ടാകുന്നല്ലേ, അല്ലേ? അതാ തപ്പി നോക്കേണ്ടി വരും നമുക്ക്. അകത്ത് ആ പ്രകൃതമുണ്ടെങ്കിൽ നമ്മൾ നന്മയെ ചെയ്യൂ, വിശുദ്ധിക്ക് വേണ്ടി കാമുഷിക്കൂ, നീതിയുള്ള ജീവൻ നയിക്കൂ. പാപം ചെയ്താൽ ഇടിപ്പാണ് നമ്മുടെ അകത്ത്, മനസാക്ഷി കുറ്റപ്പെടുത്തും നമ്മുടെ അകത്ത്, അല്ലേ? അങ്ങനെ അതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. അതാണ് ഇത് ക്രിസ്ത്യ ജീവിതം. ഏതാ ജീവിതം? നമ്മൾ ന്യൂ ബർത്ത് എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് വേറെ ഉണ്ട്, 100-200 മണിക്കൂറോളം വരും. അപ്പത്തേക്കും കർത്താവ് വന്ന് പോയിട്ടുണ്ടാവും. ന്യൂ ബർത്ത്, വീണ്ടും പുതിയ ജനനം. ആ പുതു മനുഷ്യന്റെ യഥാർത്ഥം അറിഞ്ഞാലേ നമുക്ക് ആ ജീവിതം അറിയാതെ ജീവിച്ചു പോകുക. പാപം ചെയ്യാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയല്ല. അതിനെ പഠിപ്പിക്കണം. അതുപോലെ തന്നെയാ നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച ദൈവപുത്രനകത്തുണ്ട്. യേശുവല്ല, ഞാൻ തന്നെ. അകത്തെ ഇന്നർ മാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ ഇന്നർ മാൻ ആരെയും ഒന്നും പഠിപ്പിക്കേണ്ട നന്മ ചെയ്യാനൊന്നും, അവൻ അതേ അറിയത്തുള്ളൂ. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-10 വാക്യം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒരു നാളും പാപം ചെയ്യുന്നില്ല. ദൈവത്തിന് വിത്ത് അവന് കിടക്കുന്നു, അവന് പാപം ചെയ്യാൻ അറിയില്ല. പാവം മുന്നിൽ കൊണ്ടിട്ടാ പറയും, ഇതെന്ത് സാധനം അവൻ ചോദിക്കും. പഴയ മനുഷ്യൻ പറയും കാരണം അവൻ അതേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവണോ നിങ്ങൾക്ക്? ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്താണെങ്കിലും സാത്താൻ നമ്മുടെ അകത്ത് വിറ്റിരിക്കുന്ന ആ പ്രകൃതമാണത്. അതിന്റെ പേര് ജഡം. അത് ഇപ്പൊ പോയോ? ഇതാ കർത്താവ് നമുക്ക് ഒരു പാര വെച്ചത്. അതാണ് നമ്മളൊക്കെ രക്ഷിച്ച കർത്താവ്, അല്ലേ? നമ്മളൊക്കെ രക്ഷിച്ചു. പക്ഷേ കർത്താവ് നമ്മളെ രക്ഷിക്കുമ്പോൾ ആ ജഡത്തെ മാറ്റിയിരുന്നെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ട് ജീവിച്ചേനെ. കർത്താവ് അത് ഇന്നും നമ്മുടെ അകത്ത് ഇട്ടിരിക്കുക. പാരയല്ലേ അത്? കർത്താവ് ഈ പാര വെക്കണ്ടത്. ഇടയ്ക്ക് പാവം കാണുമ്പോ എന്നൊക്കെ പറഞ്ഞു പോകും. കണ്ണ് കോഴിക്കൂട്ടില്ലേ പലപ്പോഴും, അല്ലേ? നിങ്ങൾ പാവം, നിങ്ങളൊക്കെ വിശുദ്ധന്മാരാ, എന്റെ കാര്യം പറഞ്ഞതാ, അല്ലേ? ഞാൻ പറയാൻ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്.
അപ്പൊ എന്താണെങ്കിലും കർത്താവ് ഇത് രണ്ടും വെച്ചിരിക്കുക. അതിനർത്ഥമുണ്ട്. അതെന്താണ് പിന്നീട് കുറച്ച് ഞാൻ പറയാം, സംസാരിക്കാം. ജഡത്തെയും മാറ്റാതെ, പഴയ പ്രകൃതത്തെയും മാറ്റിക്കളയാതെ ഇന്നും ഇതിനകത്ത് വെച്ചിരിക്കുക. അതെ, ഇവിടെ പുതിയതും അല്ലെ, ഇവിടെ പഴയതാ. ഏതാ? എവിടെയെങ്കിലും വെച്ചോ, നിങ്ങൾ പഴയതിന് ഇവിടെ വെച്ചോ, പുതിയതിന് ഇവിടെ വെച്ചോ. ഇനി മാറിയതാലും കുഴപ്പമൊന്നുമില്ല, കർത്താവ് വഴക്കൊന്നും ഇടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തുമാകട്ടെ, ഈ ജഡം നമ്മുടെ അകത്ത് കിടക്കുകയാണ്. അത് സാത്താൻ ഡെപ്പോസിറ്റ് ചെയ്ത കാര്യമാണ്. സത്യം തിരിച്ചറിയണം. എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം. എൻ്റെ അകത്ത് നിന്നുണ്ട്. പാപമല്ല, പാപത്തിന്റെ പ്രകൃതം, ഒറ്റ വാക്കി പറഞ്ഞ ജഡം. ഹല്ലേലൂയ. അത് മാറ്റിക്കളഞ്ഞോ കർത്താവ്? മാറ്റിയിട്ടില്ല. അതിനെ കൊല്ലുവാൻ നമുക്ക് അധികാരമുണ്ട്. നമ്മൾ നാവ് കൊണ്ട് നമ്മുടെ സഹോദരന്മാരെ കൊല്ലാറില്ലേ? അത് നിർത്തിയിട്ട് ഇതിനെ കൊന്നോ അങ്ങോട്ട്. ഇതാ കറക്റ്റ് വാക്യം. ഞാൻ സത്യല്ലേ പറഞ്ഞത്. നമ്മൾ കൊല്ലാൻ കർത്താവ് ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. നമുക്ക് കൊല്ലുവാൻ അനുവാദം നൽകിയിട്ടുണ്ടോ? കൊലപാതകന്മാരും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല, ഇല്ലേ? പക്ഷെ കൊല്ലാൻ നമുക്ക് അനുവാദമുണ്ട്. ഇതിനെ കൊല്ലണം. ജഡത്തെ ആത്മാവിനാൽ കൊല്ലാൻ ഓരോ ദിവസം നമുക്ക് അതിനുവേണ്ടി കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കാരണം നമ്മളായിട്ടാണ് ആ പുള്ളിക്കാരനെ പിടിച്ച് അകത്ത് കയറ്റിയത്. ദൈവം നമ്മളെ കൊണ്ട് തന്നെ ജാളിയാക്കുക. സാത്താനെ നമ്മളാണ് വിളിച്ചകത്ത് കയറ്റിയത്. അവിടെ എങ്ങാനും കിടന്ന പുറത്ത് തോട്ടത്തെ അതിലൂടെ നടന്നുപോയ പുള്ളിക്കാരനാ, അല്ലേ? നമ്മളെ കാൽക്കീഴി, ആദമിനെ ഹവ്വയുടെ കാൽക്കീഴി നിർത്തിയതാ സാത്താനെ, അല്ലേ? പണ്ട് പറഞ്ഞു, ഒരാളുണ്ട്, നീ വേല ചെയ്യണം, തോട്ടം കാക്കണമെന്ന് പറഞ്ഞിട്ട് മുന്നറിയിപ്പും കൊടുത്തു. ആ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്, നീ നീ സൂക്ഷിക്കണം, വെറുതെ കഴിക്കരുത്, നീ ജോലി എടുക്കണം, വേറെ കാര്യം അല്ലെ, വെറുതെ തിന്നാൻ തരത്തില്ല, ജോലി എടുക്കണം, പക്ഷെ എന്ത് ചെയ്യണം? കാക്കണം. നിന്റെ കാൽക്കീഴ് തന്നിരിക്കുക സാത്താനാക്കി, അല്ലേ? പക്ഷേ അവൾ ഒരിക്കൽ പോയി പറയാന്ന് അവ ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോ, ഞാൻ പറഞ്ഞതാ, റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ മറ്റേ പുള്ളിക്കാരൻ വന്നു. ഈ ചേച്ചി ആന്റി എന്നൊക്കെ വിളിച്ച് വന്നു. കാൽ കിടക്കേണ്ടവൻ ഹവ്വയുടെ നേർക്ക് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചില പാപങ്ങൾ കാൽ കിടക്കേണ്ട പാപങ്ങളായിരിക്കാം. സാധാരണ ചില പ്രകൃതങ്ങൾ കാൽ കീഴ് കിടക്കേണ്ട, അതിനെടുത്ത് നമ്മൾ മുഖാമുഖമായി സംസാരിക്കാൻ പോയാലുണ്ടല്ലോ, നമ്മൾ വെറും ജഡമായി പോകും. നമ്മൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. വെറുതെ അവിടെ കിടന്ന് വീട് അവൻ നമ്മളെ തോൽപ്പിച്ച് നമ്മൾ അവിടെ കിടന്ന് വീട് ഉരുണ്ടി വെറുതെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജയജീവിതം നമുക്ക് കഴിയില്ല. ജയജീവിതത്തിനാണ് എന്തുമാകട്ടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ അതുകൊണ്ട് ഒരു പാപപ്രകൃതമുണ്ട് ഇന്ന് ലോകത്ത് ഞാൻ ഓടിച്ചു വിടുകയാണ്. നമുക്ക് ഒരുപാട് ആവശ്യം വെച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇത് പാവമൊന്നും അല്ലല്ലോ. ഭക്ഷണം കഴിക്കുന്ന പാവമാണോ? അല്ല. പക്ഷെ അമിതമായ ഭക്ഷണാസക്തി വന്നാൽ, അല്ലേ, 12 to 12 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്ന് പറഞ്ഞാൽ, അല്ലേ, അല്ലെങ്കിൽ ചിയാങ്ങിനെ ഞാൻ ഉച്ചക്കത്തെ ഡിന്നർ ലഞ്ച് കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഭക്ഷണം കാണുമ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ മൊബൈൽ എടുത്തിട്ട് മൊബൈലിൽ ഇപ്പോൾ പരിപാടി ഉണ്ടല്ലോ, ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഇല്ലേ ഉണ്ട്, ഉണ്ട് നോക്കിയിട്ട് ഞാൻ അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, അല്ലേ? ഈ സായിപ്പം അവിടെയൊക്കെ ആൾക്കാരില്ലേ, അവരിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലോ നമ്മുടെ വായിലൊക്കെ വെള്ളം വരും. ഇത് കൊണ്ട് വയറ് നിറക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇതിനകത്തുണ്ട് എത്ര. അതായത് പിന്നെ പോത്തും കാലൊക്കെ അല്ലേ, പോത്തും കാലത്ത് എന്നിട്ട് വയറും ചാടി നടക്കുക. എന്നിട്ട് അപ്പൊ ഇതാണ് പാവം. ഭക്ഷണം കഴിക്കുന്ന പാവമല്ല, അത് ദൈവം നമുക്ക് വെച്ചിരിക്കുക. അതുകൊണ്ടാ ഭക്ഷണം പ്രിയൻ, വചനം വായിച്ചിട്ടില്ല നിങ്ങള്, ഭക്ഷണപ്രിയൻ തൊണ്ടക്ക് കപ്പി വെക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് ഒരു പാവമായി മാറുകയാ. ഉറക്കം നല്ല കാര്യമാണ്. നമുക്ക് ഉറക്കം, ഞാൻ ഇത് സമയം കഴിഞ്ഞു പറഞ്ഞു വിടുകയാ. ഉറക്കം നമുക്ക് ആവശ്യമില്ലേ? ആവശ്യമാ. 7-8 മണിക്കൂർ ഉറങ്ങണം നമുക്ക്, അല്ലേ? പ്രായത്തിൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, ഉറങ്ങണം. പക്ഷേ ഈ കർത്താവ് ഒരു വാക്യം പറഞ്ഞില്ലേ, കതക് കട്ടിലേ കിടന്ന് ഇങ്ങനെ കാണിക്കുന്ന പോലെ, അങ്ങോട്ട് ഡോർ ഇങ്ങനെ കാണിക്കുന്ന പോലെ കട്ടുമേ കിടന്ന് കാണിച്ചാൽ അത് പാവമായി മാറും. ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിടുകയാണ്, നമ്മുടെ സമയം കഴിഞ്ഞു, ഇല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഉറക്കപ്രിയനെ കുറിച്ച് കർത്താവ് എന്താ സദൃശവാക്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഈ അടുത്ത ആഴ്ച എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പോകുക സമയം കഴിഞ്ഞുകൊണ്ട്. ഡോറ് കട്ടിലേ കിടന്ന് എങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ തുറക്കും, ഇങ്ങനെ അടയും, ഇങ്ങനെ അടയും. അപ്പൊ അതുകൊണ്ട് 2 കാലിനിടെ കൈ വെച്ച് എഴുന്നേക്കടാ ഇങ്ങോട്ട്. ഇങ്ങനെ 8 മണിയിൽ സൂര്യൻ എവിടെ ഉദിക്കുക എന്ന് പറയുമല്ലോ നാട്ടിൽ, പറയുന്നില്ല, പേര് പറയുന്നില്ല. സൂര്യൻ അവിടെ ഉദിക്കുമ്പോ, അല്ലേ, നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, അല്ലേ? സൂര്യൻ ഡാഷിൽ ഉദിക്കുമ്പോ നീ അന്ന് ഉദിച്ച് എഴുന്നേക്കടാന്ന് പറയും. അതാ പാവമായി മാറുന്നത്, ഇല്ലേ? അത് പാവമായി മാറുക. അതൊക്കെ ലൈംഗിക ദൈവം നമുക്ക് വെച്ചതാ അതൊക്കെ. പക്ഷെ അമിതമാകുമ്പോൾ, അത് വ്യത്യസ്തമായ ദൈവം പറയാത്ത രീതിയിൽ അത് ആസ്വദിക്കാൻ പോകുമ്പോൾ അത് പാവമായി മാറുക.
ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം, സമയമുള്ളത് പോലെ ചിന്തിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ സാത്താൻ നമ്മളെ തെറ്റിക്കുന്ന പരിപാടി. ഇതിന്റെ പേരാ. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഏറെക്കുറെ ആത്മീയ സത്യങ്ങൾക്ക് നേരെ മനുഷ്യനെ അന്ധമാക്കുന്ന പ്രാകൃത മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് ജഡം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞു വിടാം. അത് അവിടെ എഴുതിയിട്ടില്ല, വേറെ എവിടെ എഴുതിച്ചത്? നമ്മുടെ ആഗ്രഹങ്ങളെ. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ അകത്തൊരു ചെറിയ എന്താ പറയാ, ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹം തോന്നി, എനിക്ക് ഒരാഗ്രഹം തോന്നി. ഈ ആഗ്രഹം തെറ്റല്ല, നല്ല നോർമൽ മനുഷ്യന്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ വചനം ലംഘിക്കത്തക്ക രീതിയിൽ അതിനെ പ്രലോഭിപ്പിച്ച് നമ്മളെ അടിമയാക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അതാണ് പാപം. ഞാൻ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ? ഒരു എന്തെങ്കിലും സ്വഭാവം, ഒരു വിശപ്പ് വന്നു, നല്ല കാര്യമാണ്. പക്ഷേ ഇതിനെ വചനം ലംഘിക്ക വിധത്തിൽ നമ്മുടെ അകത്ത് ആസക്തി, ഏതാസക്തിയാ? ഭക്ഷണം കഴിക്കാനുള്ള ആസക്തി കൊണ്ടുവന്നിട്ട് ആ ആസക്തി നമ്മളെ കൊണ്ട് തീർക്കുവാൻ ഭക്ഷണം കഴിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് പാപം. അതാര് കൊണ്ടുവരുന്നതാ? സാത്താൻ കൊണ്ടുവന്ന പരിപാടിയാ. ഇതെല്ലാ മേഖലയിലുണ്ട്. ഭക്ഷണത്തിലാവട്ടെ, ഉറക്കത്തിലാവട്ടെ, ലൈംഗിക മേഖലയിലാവട്ടെ, ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, ഏത് ഡ്രൈവിംഗ് ആവട്ടെ, അല്ലേ? മര്യാദക്ക് 60, 50, 60 പോയാൽ മതി. ചിലപ്പോൾ നമുക്ക് പ്രാവശ്യം പോയപ്പോൾ 4500, 3 പ്രാവശ്യം കിട്ടി. പോയപ്പോൾ 2 എണ്ണം, തിരിച്ചു വന്നപ്പോൾ 1 കിട്ടി. 1500 വെച്ച് 4500 എനിക്ക് കിട്ടിയതാ. ഇപ്പോഴും അടച്ചിട്ടില്ല. ഓർക്കണം, അടക്കണോട്ടോ, അടക്കാൻ മറന്നുപോയി അല്ലേ? ഒത്തിരി ബൈപ്പാസ് അല്ലേ, 100 ഇരിക്കട്ടെ എന്ന് ചവിട്ടി വിട്ടതാ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില സമയങ്ങളിൽ അടക്കണോ? ആർക്കെങ്കിലും തരാം. 3 ഉണ്ട് വീട്ടിൽ, വേണ്ടല്ലേ? അല്ലേ? ആൾക്കാർ നോക്കണം, വേണം തന്നേക്കാം. 3 പേർക്ക് ആദ്യം കൈ വെക്കുന്ന 3 പേർക്ക് ഞാൻ കൊടുക്കും. 1500 വെച്ച് എന്തുമാകട്ടെ. നമ്മുടെ അകത്തു വന്ന നോർമൽ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളെ അത് അമിതമാക്കിയിട്ട് വചനം ലംഘിക്കത്തവണ്ണം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നു. ഇതാണ് യഥാർത്ഥമായി സാത്താൻ ചെയ്യുന്ന, ജഡത്തിന്മേൽ ചെയ്യുന്ന പ്രകൃതം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ശരിയായോ നിങ്ങൾക്ക്? അല്ലേ? നമ്മുടെ ആഗ്രഹം, ഇപ്പൊ ഞാൻ പറയാം, വിശപ്പ് നല്ല കാര്യമാണ്, വേണം അത്. പക്ഷേ അത് അമിതമാക്കിയിട്ട് വചനം ലംഘിക്കത്തവണ്ണം, അല്ലേ, അമിതമാക്കി ആസക്തി നമ്മൾ ഉരുവാക്കിയെടുത്തിട്ട് അതേ കൂടി ചെയ്യിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചെന്നൊക്കെ തോന്നുന്നു, പക്ഷേ അത് വചന ലംഘനമായി മാറുകയും. അതുപോലെ ഓരോ മേഖലകളും, ഡ്രൈവിങ്, എന്തുമാകട്ടെ, എല്ലാം ഞാനൊക്കെ അനുഭവിച്ച് ശീലിച്ചത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അവിടെയും കേട്ട് ഇവിടെയും കേട്ട് പറഞ്ഞതല്ല. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച്, താഴ്ചയും വീഴ്ചയും എല്ലാം അന്ന് അനുഭവിച്ച് പഠിച്ചതാണ്. എക്സാമ്പിൾ പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയാ, വിശപ്പ് നല്ല കാര്യമാണ്. വിശപ്പ് നല്ല ഒരു മനുഷ്യന് ആവശ്യമാണത്. പക്ഷേ ആ വിശപ്പ് മാറാൻ വേണ്ടി സാത്താൻ പറയാ, ഉച്ചക്ക് ലഞ്ച് കഴിക്കണം, നമുക്ക് വിശപ്പുണ്ട്, കടയ്ക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുക, തമിഴിന്റെ കടയിൽ പോയി നമുക്ക് കഴിച്ചാൽ മതി. തമിഴൻ ചേട്ടൻ്റെ കടയിൽ, തമിഴെന്ന് പറയാൻ പാടില്ലല്ലോ, തമിഴ് സഹോദരന്റെ കടയിൽ പോയി കഴിച്ചാൽ മതി നമുക്ക്, അല്ലേ? അപ്പോഴും സാത്താൻ പറയുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരികയാ, കായ്ക്കാൻ്റെ ബിരിയാണി കഴിച്ചത് നല്ലതായിരിക്കും. ഇപ്പൊ കായ്ക്ക എവിടെ കിടക്കുന്നത്? മട്ടാഞ്ചേരി പോണം. അപ്പോൾ ഇതുപോലെ അപ്പൊ അകത്ത് എന്താ പറയുന്നത്? നമ്മുടെ ജഡം പൊങ്ങുകയാ, നമ്മുടെ ജഡം പൊങ്ങി വരികയാ, ആസക്തി കയറുകയാ. ഭക്ഷണം എന്തിനാ? വിശപ്പ് അടയാൻ വേണ്ടിയില്ല. പക്ഷേ നമ്മുടെ അകത്ത് ആ അമിതമായ ആസക്തി പൊങ്ങി വരികയാണ്. അവിടെ പോയി കഴിച്ചാലേ ശരിയാകത്തുള്ളൂ. ഇല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ അകത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുമ്പോൾ നമ്മളെ വചന ലംഘനമായി മാറും. വിശപ്പിന് വേണ്ടിയല്ലല്ലോ നമ്മൾ പോയത്. വിശപ്പിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ട്, ഇച്ചിരി കൂടി നല്ലത് അവിടെയുണ്ട്, അത് ഇച്ചിരി കൂടി നല്ല ഇപ്പുറത്ത് പപ്പടമൊക്കെ ഉണ്ട്. അവിടെ പോകാതെ നമ്മുടെ 10-25 കിലോമീറ്റർ ദൂരെ വണ്ടി ഓടിച്ചു പോയി നമ്മൾ ഇതിന്റെ പേരാ, ഇത് വചന ലംഘനമാണ്, പാവമാണ്. ഒരു കാര്യം വല്ലപ്പോഴും നമ്മൾ അതല്ലേ ഞാൻ പറഞ്ഞത്, ദിവസവും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആവുന്നു വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ പേരാ ശരിക്കും വചനം ലംഘിപ്പിച്ച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. ജഡത്തിന്റെ ഏറ്റവും വലിയ പരിപാടി നമ്മളെ കൊണ്ട് ചെറുതായിട്ട് വിശപ്പ് തരും, കുഴപ്പമില്ല, കഴിച്ചാൽ എന്തെങ്കിലും പോയി കഴിച്ചാൽ മതി. പക്ഷേ ആ വിശപ്പ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴല്ലോ, അത് ആ വിശപ്പിനെ അടക്കുവാൻ വേണ്ടി നമ്മളെ ദുരാഗ്രഹമായി മാറും, ദുർമോഹമായി മാറും. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയാണോ? അല്ലേ? നമ്മളത് മാറ്റാൻ നമ്മൾ വേറെ വഴി തപ്പി കണ്ടുപിടിക്കുക. വല്ലപ്പോഴും കഴിച്ചോ, ഞാൻ വല്ലപ്പോഴും പോയി കഴിച്ചോ കായ്ക്കട ബിരിയാണി, ഞാനും വരാ കൂടെ, വിളിച്ചാൽ മതി. ഇതല്ല, ഇത് ഉച്ച സമയമാകുമ്പോൾ ചെറിയ വിശപ്പ് വരുമ്പോൾ നമ്മൾ ഇന്ന് അവിടെ, നാളെ അപ്പൊ വേറെ അടുത്ത് നമുക്ക് തോന്നും, സ്വർഗത്തിൽ പോകാൻ തോന്നും, സ്വർഗത്തിൽ മറ്റില്ലേ, കുമ്പള സ്വർഗത്തിൽ. അപ്പൊ ഓരോ ദിവസം മാറി മാറി തോന്നും. നമ്മൾ അറിയില്ല, കയറിക്കോട്ടാ, നമ്മൾ അറിയില്ല. നമ്മൾ പതിയെ നമ്മൾ ആ ആത്മാവിനാൽ
നമ്മുടെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് പിന്നെ നമുക്ക് ആത്മാവിന് ഇഷ്ടം നിവർത്തിക്കാൻ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ആ പാപത്തിന് ദാസന്മാരായി നമ്മൾ മാറും. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇനി ആഴമായി ചിന്തിക്കാൻ പഠിക്കാൻ പോയി. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപമൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പഠിക്കാൻ പോവുക. ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആർക്ക് വേണ്ടിയാ പഠിക്കുന്നത്? നമുക്ക് വേണ്ടിയാ, അല്ലേ? ഇതുപോലെ ഹവ്വയ്ക്ക് പറ്റിപ്പോയ ചതി അല്ലെങ്കിൽ ആ അപകടം യേശുവിനെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ ജയിച്ച ആ ജയജീവിതം നമുക്ക് വരാൻ വേണ്ടിയാ. അത് തന്നെ സംഭവിക്കണം നമുക്ക്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ക്രിസ്ത്യ ജീവിതം കമ്പെ പരാജയമാവും. നമ്മളിത് എത്രയോ കർത്താവ് വിളിച്ചു എത്രയോ വർഷങ്ങളായി അറിയാം. എന്നിട്ട് നമ്മൾ നോർമൽ ജീവിതമാണെങ്കിൽ, ഒരു സാധാ വിശ്വാസി പോലെ ജീവിക്കുകയാണെങ്കിൽ കർത്താവിന് എന്ത് മഹത്വം ഉണ്ട് നമുക്ക്, അല്ലേ? ചിന്തിച്ച് നോക്കിയേ. കർത്താവ് എനിക്ക് വേണ്ടി ജീവനെ കൊടുത്തിട്ട് ഞാനിന്ന് നോർമൽ ലൈഫാ, അല്ലേ? സൺഡേ വരുന്നു, ചെയ്തു, വീട്ടിൽ പോകുന്നു, ബാക്കി 7-6 ദിവസം അടിച്ച് ലോകത്ത് ജീവിക്കുന്നു. സൺഡേ വരുന്നു, നോർമൽ ജീവിതമല്ലേ? ഇത് തന്നെ കത്തോലിക്കാർ ജീവിക്കുന്നത്. ഓ, ഇത് തന്നെ ജാതികളിൽ ജീവിക്കുന്നത്. അവര്, അല്ലേ, അവര് എന്ത് തിന്നും എന്ത് കുടിക്കുന്നതൊക്കെ അവർ അന്വേഷിച്ചോണ്ടിരിക്കുക. നമ്മളത് തന്നെയാ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ജോലി എടുക്കേണ്ടതല്ല, ജോലി എടുക്കണം, നല്ല കാര്യമാണ്. പക്ഷേ അത് മാത്രമായി പോകരുത്. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.